ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ സമർപ്പണ രംഗത്തിലാണ് നമ്മൾ. ദ്വാദശ സ്കന്ധത്തിലെ 13 അധ്യായങ്ങളിൽ 10 അധ്യായങ്ങളും പാരായണം ചെയ്തു. ഇന്ന് കാലത്ത് ഭഗവാന്റെ അതിദിവ്യമായ സ്വധാമഗമനം എന്നുള്ള രംഗം അനുസ്മരിച്ചു, പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. മോക്ഷത്തിന് കാരണം വിരക്തിയാണ്. എല്ലാം നശിക്കുന്നുവെന്ന ബോധ്യത്തിൽ നിന്നാണ് പലപ്പോഴും വിരക്തി ഉണ്ടാവുക. അവിടെ ഭഗവാൻ അത് കാണിച്ചു തരാൻ വേണ്ടി യാദവന്മാർക്ക് കൂടി അവരുടെ കുലത്തിന്റെ മഹിമ, ഇത്രയും മഹിമയുള്ള കുലത്തിൽ ജനിച്ചിട്ട് പോലും അവർക്ക് പോലും നാശമുണ്ടായി. നശിക്കാത്ത ഏകവസ്തു, അനശ്വരമായ ഏകവസ്തു ഭഗവാൻ മാത്രമാണ് എന്ന് കാണിക്കുന്നു. ആ യാദവ കുലത്തിന് ഒരു ശാപമുണ്ടായി എന്ന് പറയുകയാണ്. അതിന് കാരണം എന്താ? അവിനീത വിനീതവൽ. ഉള്ളിൽ ഒട്ടും തന്നെ വിനയമില്ലാതെ പുറത്തേക്ക് വിനയം കാണിച്ചു ഭഗവാന്റെ മക്കള്. സാമ്പൻ തുടങ്ങിയവരെ വേഷം കെട്ടി അവരുടെ മുമ്പിൽ, മഹർഷിമാരുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ വേഷം കെട്ടിയ സാമ്പൻ ഗർഭിണിയാണെന്നും ആ പെൺകുട്ടി എന്തിനെയാണ് പ്രസവിക്കാൻ പോണതെന്നും ചോദിച്ചപ്പോ മഹർഷിമാര് ദീർഘജ്ഞാനികളാണ്, അവര് ത്രികാലജ്ഞാനികളാണ്. അവര് പറഞ്ഞു മുസലം കുലനാശനം എന്ന് പറഞ്ഞു. നമ്മൾ ദേഷ്യം വരുമ്പോ പറയാറില്ലേ ഒലയ്ക്ക എന്ന് പറയും, അത് തന്നെ അവര് പറഞ്ഞത്. സംസ്കൃതത്തിലാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മുസലം കുലനാശനം, നിങ്ങളുടെ കുലത്തിന് നാശമാകുന്ന ഒരു ഒലയ്ക്കാണ് അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവിടെ പറഞ്ഞു. അതേ തുടർന്ന് അവര് വല്ലാതെ പരിഭ്രമിച്ചു, അവര് വല്ലാതെ പേടിച്ചുപോയി. അവര് അതിനുശേഷം ആ ഉഗ്രസേന മഹാരാജാവിന്റെ അടുത്തേക്ക് വന്നു. രാജാവിനും അല്ലെങ്കിൽ ചക്രവർത്തിക്കും അവരെ നേർവഴിക്ക് നയിക്കാൻ തോന്നിയില്ല. ഏതാ നേർവഴി? ഭഗവാന്റെ അടുത്തേക്കുള്ള വഴിയാണ്. പക്ഷേ ആ ഭഗവാനോടും ചോദിച്ചില്ല. എന്നിട്ട് പകരം എന്ത് ചെയ്തു? അത് രാഗിപ്പൊടിച്ച് കടലിൽ കലക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു. രാഗിപ്പൊടിച്ച് കടലിൽ കലക്കി അതിൽ ബാക്കി വന്നൊരു കഷ്ണം കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടികൂടി. ആ മുക്കുവൻ അതിനെ ഭക്ഷണമാക്കി. ബാക്കി വന്നതിനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ജര എന്നൊരു കാട്ടാളൻ ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് ഒരു അമ്പുണ്ടാക്കി. ആ അമ്പ് ഭഗവാന്റെ കാലിൽ തന്നെ തറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏകാദശ സ്കന്ധത്തിന്റെ അവസാനത്തിൽ കാലുരൂപി അന്വമോദത, ഇതൊക്കെ ഭഗവാൻ തന്റെ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അനുമോദിച്ചു, അതിനെ തടഞ്ഞില്ല. കാരണം എന്താ? ഇത് ലോകത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നശിക്കുന്നതാണ് എല്ലാം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അപ്പൊ ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. പക്ഷെ ഭാഗവതം അവിടെയും സമാപിക്കുന്നില്ല. മുക്തി കഴിഞ്ഞും ഒരു ലക്ഷണത്തെ കൂടി പറഞ്ഞു. അതാണ് ആശ്രയം എന്നുള്ളത്. എല്ലാവർക്കും ഏകാശ്രയം ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണ് എന്ന് കാണിച്ചുകൊണ്ട്, തനിക്ക് പോലും ആശ്രയം തന്റെ പാദങ്ങളാണെന്ന് കാണിച്ചുകൊണ്ട് കാൽവിരലുണ്ട് കിടക്കുന്ന ഉണ്ണിയായി ഭഗവാൻ മാർക്കണ്ഡേയന് ദർശനം കൊടുത്തു. അത് നമ്മൾ കേട്ടു. കരാരവിന്ദേന പദാരവിന്ദം, പാദാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോട് ചേർത്ത് വെച്ച് ആലിനിലയിൽ മരുവുന്ന ബാലൻ. അതാണ് അത്ഭുതകരമായ ആ അനുഭവം മാർക്കണ്ഡേയനുണ്ടായത്. അപ്പൊ ഏതായാലും ഇവിടെ ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. അതിന് യോജിച്ച തരത്തിലുള്ള ഉപദേശങ്ങൾ അവിടെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നാരദ മഹർഷി വസുദേവർക്ക് നൽകുന്ന ഉപദേശമാണ്. അത് പണ്ട് നിമി മഹാരാജാവിന്
നവയോഗികൾ നൽകിയ ഉപദേശമാണ്. ഇതേപോലെ തന്നെ ഭഗവാൻ തന്നെ ഉദ്ധവന് നൽകിയ ഉപദേശം, അതിൽ പല പല ഗീതകൾ, ഉദ്ധവ ഗീത എന്നാണ് അത് അറിയപ്പെടുക. ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശം ഭഗവത്ഗീത എന്നറിയപ്പെടുമ്പോൾ ഉദ്ധവന് നൽകിയ ഉപദേശം ഭക്തന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് ഉദ്ധവഗീതയാണ്, ഉത്തമഗീതയാണ് എന്ന് കാണിക്കുന്നു. അപ്പൊ ഇവിടെ അതിൽ തന്നെ ചില ഉപഗീതകൾ കാണാം. ദത്താത്രേയന്റെ ആ വാക്കുകളായിട്ടുള്ള ദത്താത്രേയ ഗീത, ഹംസഗീത, ഐളഗീത, ഭിക്ഷുഗീത തുടങ്ങിയ ഗീതങ്ങളൊക്കെ അവിടെയും കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ദിവസം നാരദ മഹർഷി ദ്വാരകയിലേക്ക് വന്നു. നാരദൻ എന്തിനാ വരുന്നത്? ഭഗവാന്റെ ലീലകൾ കാണാനും ഭഗവാനെ വീണ് നമസ്കരിക്കാനും ആ ലീലകൾ പിന്നീട് ലോകത്തിന്റെ മുഴുവൻ സുഖത്തിനും ഹിതത്തിനുമായിട്ട് പാടി പാടി നടക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്ന ഒരു സമയത്താണ് വസുദേവര് നാരദനെ തന്റെ ഗൃഹത്തിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുകയാണ് നാരദനോട്. എനിക്ക് ഭഗവാൻ തന്നെ പുത്രനായി വന്നിട്ടും വേണ്ട പോലെ ആ ഭാഗവത ധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം എന്താ? മോഹിതോ ദേവമായ, ഭഗവാന്റെ മായയിൽ ഞാൻ പെട്ടുപോയി. അപ്പൊ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാനും അതേപോലെ തന്നെ ആ ഭാഗവത ധർമ്മത്തെ അറിയാനും എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോ അവിടെ നാരദൻ പറഞ്ഞു, അങ്ങയുടെ ഇതേ ചോദ്യം തന്നെയാണ് പണ്ട് നിമി മഹാരാജാവ് നവയോഗികളുടെ അടുത്ത് ചോദിച്ചത്. ഋഷഭപുത്രന്മാരായ നവയോഗികൾ നൽകിയ ഉപദേശം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അത് പറയാനായിട്ട് ആരംഭിച്ചു. അവിടെ നാരദൻ പറഞ്ഞു, സത്യത്തിൽ അങ്ങയുടെ ചോദ്യം വളരെ നന്നായി, ഇത് ലോകഹിതാർത്ഥമാണ് അങ്ങയുടെ ചോദ്യം. അങ്ങനെയുള്ള ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യാനന്ദത്തെ നൽകുന്നതാണ് ഭാഗവത ധർമ്മം. അതെങ്ങനെയാണ് ഉണ്ടാവുക? എല്ലാ പ്രവൃത്തികളും ഭഗവാനായിട്ട് സമർപ്പിക്കുക. അപ്പോഴേ നമുക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൻ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ. നമ്മൾ ചെല്ലുമ്പോ നാരായണായേതി സമർപ്പയാമി, നമ്മൾ സമർപ്പിക്കുകയാണ്. അതിനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനൽപമായ ആനന്ദം ഉണ്ടാവും. അങ്ങനെ പടിപടിയായി നമ്മൾ ഭാഗവത ഉപാസനയിലൂടെ ആ ഭാഗവത ധർമ്മത്തെ മനസ്സിലാക്കും എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പൊ ചോദിച്ചു, ഈ ആദ്യം കവി എന്ന യോഗീശ്വരനാണ് ഈ മറുപടി പറഞ്ഞത് ഭാഗവത ധർമ്മത്തെ കുറിച്ച്. അതിനുശേഷം പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ ഭാഗവത ധർമ്മത്തെ അറിഞ്ഞ ആളുകൾ, സജ്ജനങ്ങൾ, അവർ എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ആളുകളാണ്. അവര് ഭാഗവതോത്തമന്മാരാണ്. വൈസ ഹരേ പ്രിയ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതേപോലെ തന്നെ വൈഷ്ണവന്മാരിൽ അഗ്രിമസ്ഥാനത്തുള്ള ആളുകളാണ് ഇവർ. നമ്മുടെ പകൽ നമുക്കുണ്ടാകുന്ന ചൂടിനെ ചന്ദ്രൻ എങ്ങനെയാണോ തണുപ്പിക്കുന്നത്, അതേപോലെ പ്രഭവതി ചന്ദ്ര യുവോദിതർക്കതാപ, സൂര്യന്റെ ചൂടിനെ ഇല്ലാതെയാക്കി ശീതാംശുവായ ചന്ദ്രൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെ ഇത്തരം സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിലൂടെ നമ്മളിലും ഈ ഭാഗവത ധർമ്മത്തെ കുറിച്ചുള്ള അറിവുണ്ടാവും, ആ ബോധമുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മായയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, എന്താണ് ഈ മായ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മായ എന്ന് പറയുന്നത് സത്യത്തിൽ ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക, ഇതാണ് മായ എന്നുള്ളതിന്റെ ലക്ഷണം. ഭഗവാൻ മാത്രമാണ് മായാതീതമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. നമ്മളൊക്കെ അതെ. അതുകൊണ്ടാണ് നിത്യസത്യം എന്ന് ഭഗവാനെ കുറിച്ച് മാത്രം പറയുന്നത്. നമ്മളൊക്കെ വ്യാവഹാരികമായിട്ടുള്ള സത്യങ്ങളാണ്. അപ്പൊ ഈ മായയെ എങ്ങനെ ജയിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിന് അടുത്തതായി പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ മായയെ കുറിച്ച് അന്തരീക്ഷം പറഞ്ഞപ്പോ, ആദ്യം കവിയും ഹരിയും മറുപടി പറഞ്ഞപ്പോ, ഈ മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് പ്രബുദ്ധനാണ്. പ്രബുദ്ധൻ പറഞ്ഞു, ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ഉപമ പറയുകയാണെങ്കിൽ, ഭഗവാന്റേതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മായ ബാധിക്കില്ല. ഇത് എങ്ങനെയാണ്? മായ ഒരു നായയെ പോലെയാണ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മായ നായയാണെന്നല്ല പറയേണ്ടത്, മറിച്ച് മായ നായയെ പോലെയാണ്.
അപ്പൊ എന്താ, നായ നമ്മളെ കടിക്കാൻ വരും. പക്ഷേ ആ ഉടമസ്ഥന്റെ ആളുകളെ നായ കടിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഉടമസ്ഥൻ പറയും ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ആളാണെന്ന് പറയും. ഇതേപോലെ ഭഗവാന്റേതായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നായയുടെ ഉപദ്രവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാന്റേതായി മാറുക എന്നുള്ളതാണ് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, അങ്ങനെ ഈ നാരായണപരവുമായ മഞ്ചസ്തരതി ദുസ്തരാം, നാരായണപരന്മാര് ഇങ്ങനെ ആ എല്ലാ മായകളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടാണ് മായയിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ നാരായണ ഭക്തന്മാർക്ക് മായയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പോ അടുത്തതായി ഈ കർമ്മയോഗത്തെ കുറിച്ചും ഒക്കെ പറയുകയാണ്. എന്താണ് കർമ്മയോഗം? കർമ്മങ്ങൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കർമ്മം, അകർമ്മം, വികർമ്മം, ഇങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പൊ കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ശുദ്ധി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ. നിരന്തരം കർമ്മം ചെയ്യല്ല വേണ്ടത്, കർമ്മത്തിൽ നിന്ന് മോചനം വേണം. ഏതുപോലെ നമ്മൾ പറയണത്, മനുഷ്യൻ മരുന്ന് കഴിക്കണം. സൂക്കേട് വന്നാൽ മരുന്ന് കഴിക്കണം. സൂക്കേട് മാറിയാലോ പിന്നെ മരുന്ന് ആവശ്യമില്ല. ഇതേപോലെയാണ് ആദ്യം കുട്ടിക്കാലത്തൊക്കെ ചില നിഷ്ഠകളും ചില നിയമങ്ങളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം ഏറ്റവും നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഒരു തയ്യുണ്ടാവണം, ആ തയ്യിന് ചുറ്റും നമ്മള് വെള്ളം ഒഴിക്കണു, വളമിടണു, അതിന് ചുറ്റും ഒരു വേലി കെട്ടണു. ഇത് എപ്പോ വരെ വേണ്ടു? അത് വളർന്ന ഒരു വൃക്ഷമായി മാറുന്നത് വരെ. വൃക്ഷമായി കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല, അല്ലേ? വലിയ മാവിന്റെ ചുറ്റും വേലി കെട്ടേണ്ട ആവശ്യമില്ല. ചിലപ്പോ തറ കെട്ടിയെന്ന് വരും. അത് ആ മാവിന്റെ ചോട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ അനുഗ്രഹത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് പിന്നെ വേലി കെട്ടുക, എന്താ അത്? അയ്യോ, പശു വന്ന് മാവിൽ തിന്നാൻ സാധ്യതയുണ്ട്, അതൊരു നില കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. ഇതേപോലെ കർമ്മങ്ങൾ ആദ്യം ചെയ്യുകയും പതിയെ പതിയെ കർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, ഈ ഭഗവാന്റെ പൂജാവിധി എന്ന് പറഞ്ഞാൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഇതൊക്കെ ചേർന്നതാണ്. എന്നാൽ ഭഗവാനെ പൂജിക്കണമെങ്കിൽ ഒരു ഉപാധി വേണം നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക്. ഇവിടെ എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിശ്വാസമാവില്ല. അപ്പൊ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിലൊരു ഗർഭഗൃഹത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോയി പൂജിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ വിഗ്രഹത്തിനൊരു പ്രത്യേകമായ ഒരു ആകൃതി ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈശ്വരനാന്ന് തോന്നാറുണ്ട്. ഇപ്പൊ കണ്ണാടി ബിംബമാണെങ്കിൽ, ശിവലിംഗമാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അതിന് നാം കാണുന്ന തരത്തിലുള്ള രൂപങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മളത് ഈശ്വരനാണ് സങ്കല്പിക്കാറുണ്ട്. രൂപമുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലേ? ശ്രീകൃഷ്ണന്റെ ഒരു പ്രതിമ കൊണ്ടുവച്ചിട്ട് തൊഴുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ ഒക്കെ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾക്ക് സാധിക്കില്ല. പണ്ടൊരിക്കൽ ഒരു കുട്ടിയുടെ അടുത്ത് അമ്മ ഇതുപോലൊരു സപ്താഹമോ അല്ലെങ്കിൽ ഒരു സജ്ജന സംസർഗം നടക്കുമ്പോ കുട്ടി ഇങ്ങനെ കാല് നീട്ടി വെച്ചിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഇങ്ങനെ കാല് നീട്ടി വെച്ചിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്ത് പറഞ്ഞു? അമ്മേ, എന്താ കാല് നീട്ടി വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന് നേരെ കാല് നീട്ടരുത് എന്ന് പറഞ്ഞു. ആ കുട്ടി ചോദിച്ചു, അപ്പൊ പിന്നെ ഞാൻ എവിടേക്കാണ് കാല് വയ്ക്കുക എന്ന് ചോദിച്ചു. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി. അതാണ് ആ കുട്ടിയാണ് പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസരായി മാറിയത് എന്ന് പറയുന്നു. അത് വെറും തർക്കൂത്തരത്തിന് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അറിഞ്ഞു പറയണം, അനുഭവത്തിലൂടെ അറിഞ്ഞിട്ട് വേണം അതിനെ പറയാൻ. അല്ലെങ്കിൽ അത് കേവലം നമ്മളെ വഴിതെറ്റിക്കാനേ ഉതകുകയുള്ളൂ എന്ന് കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ പറയും, ഇല്ലേ? യഥാർത്ഥ ഭക്തൻ ഇവിടെ എല്ലാ ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോ ആളുകൾ പറയും, എല്ലായിടത്തും ഈശ്വരനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അമ്പലത്തിൽ പോകണതെന്ന് ചോദിക്കും. അതൊക്കെ ആ മോശമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അതിനെയൊക്കെ അതേപോലെ തള്ളിക്കളയും. അപ്പൊ ഇവിടെ പറഞ്ഞു കൊടുത്തു, ഈ പൂജാവിധികൾക്ക് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്നുള്ളതിന് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അദ്ദേഹം ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞ് രാമനായി ഭഗവാൻ അവതരിച്ചു. ഇനി ഭഗവാൻ കൃഷ്ണനായും ബുദ്ധനായും കൽക്കിയായും ഒക്കെ അവതരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നാരദ മഹർഷി പറയുന്നത് ദ്വാപരയുഗത്തിൽ, നവയോഗികൾ പറയുന്നത് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവൃഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നീ ഋഷഭപുത്രന്മാർ പറയുന്നത് ത്രേതായുഗത്തിലാണ്. അപ്പൊ രാമാവതാരം വരെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി കൃഷ്ണനായി അവതരിക്കും
എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും കൃഷ്ണാവതാരം കഴിഞ്ഞു. ഇപ്പോ നമ്മളിത് കേൾക്കുമ്പോഴേക്കും ബുദ്ധനായിട്ടും ഭഗവാൻ അവതരിച്ചു. ഇനി കലിയുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിക്കും. അതൊക്കെ പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിലും ഭഗവാൻ തന്നെയാണ് ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായി ആ ഭഗവാൻ നിൽക്കണം. നമ്മളൊക്കെ വെറും ശവമായതിനെ ശിവമാക്കുന്നതാണ് ഭഗവാൻ. വെറും പൂജ്യമായതിനെ പൂജ്യ പദവിയിലേക്ക് എത്തിക്കുന്നതാണ് ഭഗവാൻ. നമ്മളൊക്കെ വെറും പൂജ്യമാണ്. പക്ഷേ നമ്മുടെ പൂജ്യത്തിന് എപ്പോഴാണ് വിലയുണ്ടാവുക? നമ്മുടെ കൂടെ ഒരു ഒന്ന് വന്നു നിന്നാൽ നമ്മുടെ പൂജ്യത്തിനൊക്കെ വിലയുണ്ടായി. ഇനി ഒന്നില്ലെങ്കിലോ 1 കോടി പൂജ്യം എഴുതി വെച്ചാലും അതിനൊന്നും വിലയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാവലാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി. അല്ലെ, നമ്മൾ വെറും 0 ആണ്. 0 ആയി നമ്മളെ ഹീറോ ആക്കുന്നതാണ് ആ ഹീറോയിലെ ആദ്യത്തെ 2 അക്ഷരം. എന്താ? ഹി, അവനാണ്. ആരാത്? ആ ഭഗവാൻ. ആ ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല. നമ്മൾ വെറും 0 ആയിട്ട് അങ്ങനെ നിൽക്കും. എന്നാൽ ഈ 0ക്ക് വില കൂടി 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 വരും. ഓരോ ആ 1 ഒപ്പം നിൽക്കുമ്പോ എത്ര പൂജ്യം ഉണ്ടോ അതിന്റെ മൂല്യം ഇരട്ടിച്ച് വരും. അതുകൊണ്ട് ആ ഭഗവാനെ മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ദ്രുമിളന് ശേഷം അടുത്തതായിട്ട് ചോദിച്ചു, ഈ ഭഗവാനെ ഭജിക്കാത്ത ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ അതിന് ചമസനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അവര് നരക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. 2 തരത്തിലുണ്ട് ഈ ആളുകള്. ഒരു തരക്കാര് അവര് ഭഗവാനെ ഭജിക്കാൻ അറിയാത്ത ആളുകൾ. അവർക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും കേവലം ഈ ആഹാര നിഹാര നിദ്രാമൈഥുനങ്ങളാകുന്ന ചതുഷ്ടയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് നശിക്കുന്ന ആളുകൾ, അവർക്കൊരിക്കലും ഈ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്തു. നരകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അടുത്തതായിട്ട് ചോദിച്ചു, ഈ ഭഗവത് ഭജനത്തിന് കാലഭേദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓരോ യുഗങ്ങളിലും ഓരോ തരത്തിലാണ് ഭഗവത് ഭജനം. ആദ്യത്തെ സത്യയുഗത്തിൽ ഭഗവത് ഭജനം എന്നുള്ളത് ധ്യാനമായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് യാഗത്തിന്റെ രൂപത്തിലേക്ക് മാറി, യജ്ഞങ്ങളുടെ രൂപത്തിലേക്ക് മാറി. ദ്വാപര യുഗത്തിലേക്ക് എത്തിയപ്പോ അത് പൂജാവിധികളായി മാറി. അതിനും അപ്പുറത്താണ് ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം. കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങളുള്ള യുഗമാണെങ്കിൽ പോലും കലിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് കലിയെ പരീക്ഷിത്ത് കൊല്ലാതെ വിട്ടു. പരീക്ഷിത്ത് സാരഗ്രാഹിയാണ് എന്നാണ് പറയുക. ഉള്ളതിൽ നല്ലതിനെ സ്വീകരിക്കുക. നമ്മളൊക്കെയോ ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന രീതിയിൽ നമ്മൾ തെറ്റുകളുടെ പിന്നാലെ പോകും. ശരിയുടെ പിന്നാലെ പോലാണ് യഥാർത്ഥ ഭക്തന്റെ വഴി. ആ ശരിയാണ്, നിത്യമായ ശരിയാണ് ഹരി എന്ന് തിരിച്ചറിഞ്ഞ് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. കലിയുഗത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കേവലമായ നാമജപം കൊണ്ട് മാത്രം ഭഗവാനെ, ആ ബ്രഹ്മസായുജ്യകാരിണിയാണ് ഭക്തി ഈ കലിയുഗത്തില്. അതുകൊണ്ട് നാമം ജപിച്ചോളൂ, ഉറക്ക ജപിച്ചോളൂ. അതാണ് ഇനി പറയാൻ പോണത്. ഹരേ നമ ഇത്യുച്ചയർമുച്യത്തെ സർവപാതകാൽ. ഹരേ നമ എന്ന പഞ്ചാക്ഷരി ഉറക്ക ജപിക്കുന്ന ആളുടെ എല്ലാ പാപങ്ങളും തീർന്ന് അയാൾ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് കലിയുഗം കലവും തദ്ധരി കീർത്തനാൽ, ഭഗവാന്റെ കീർത്തനങ്ങൾക്ക് പ്രാധാന്യമുള്ള യുഗമാണ് കലിയുഗം. കാരണം എന്താ? ദ്രവ്യങ്ങൾക്ക് വേണ്ടത്ര ശുദ്ധി ഉണ്ടാവില്ല, മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല, സ്ഥലശുദ്ധി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ നാമദീപം ഹൃദയത്തിൽ കൊളുത്തി വെച്ചോളൂ. ഒരിക്കലും ഇരുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം അങ്ങനെ ആ നാരദ മഹർഷി പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. ദേവകീ വസുദേവന്മാര് നാരദ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവിടുന്ന് നാരദൻ യാത്രയാവുകയും ചെയ്തു. ഇതാണ് ഇതിനവയോഗി സംവാദം. അത് കഴിഞ്ഞ് ദേവന്മാരൊക്കെ കൂടി വന്ന് ഭഗവാനെ ഭജിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അന്ന് ആഗ്രഹിച്ചതനുസരിച്ച് അവിടുത്തെ അനുഗ്രഹമായി അവിടുന്ന് ഈ ഒരു കപടമാനുഷ വേഷം കെട്ടി. ഇപ്പോ ഏകദേശം 125 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് സ്വധാമത്തിലേക്ക് തിരിച്ചു വരണേ എന്നാണ് ബ്രഹ്മരുദ്രാദി ദേവന്മാരുടെ ഒക്കെ ആഗ്രഹം.
അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ അധികം വൈകാതെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകും. എനിക്ക് ചില പ്രവൃത്തികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇവിടെ യാദവകുലം പൂർണ്ണമായിട്ട് നശിക്കണം. തദിതം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് യാദവകുലം. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് കൊണ്ട് അവർക്ക് ഇപ്പോ അഹങ്കാരം വന്നിട്ടില്ല. ഇപ്പൊ അവർ തൃപ്തരായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ പോയാൽ അവരൊക്കെ തൃപ്തരായിട്ട് തീരും, അഹങ്കാരികളായിട്ട് തീരും. ഞാൻ എന്തിനു വേണ്ടിയാണോ അവതരിച്ചത്? ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോകുന്നതോടുകൂടി ഈ യാദവന്മാർ തന്നെ ഭൂമിയുടെ ഭാരമായിട്ട് തീരും. അതുകൊണ്ട് ആ യാദവ കുലത്തെ കൂടി നശിപ്പിച്ചതിന് ശേഷം ഞാൻ സ്വധാമത്തിലേക്ക് വരും, എല്ലാവരും പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ സുധർമാസഭയിലേക്ക് വന്നു. അവിടെ യാദവന്മാരോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് വളരെ ഭീതിതമായ ഒരു ശാപം ലഭിച്ചതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ബ്രാഹ്മണരെ കളിയാക്കിയതിന്റെ ഫലമാണത്. സജ്ജനങ്ങളെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഇനി എന്തേ വഴിയുള്ളൂ? നിങ്ങളെല്ലാവരും പിണ്ടാരക തീർത്ഥത്തിലേക്ക് പോവുക. അവിടെ നിങ്ങൾ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവുക. പിണ്ടാരക തീർത്ഥത്തിൽ വെച്ചാണ് നിങ്ങൾക്ക് ശാപം കിട്ടിയത്. ഇനി പ്രഭാസ തീർത്ഥത്തിലേക്ക് പൊക്കോളൂ. അവിടെ ദാനധർമാദികളൊക്കെ ചെയ്ത് ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുക. ഒരിക്കലും അതിൽ നിന്ന് വഴിമാറി പോകരുത് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് അവരെയൊക്കെ പറഞ്ഞയക്കുന്നു. ഈ സമയത്താണ് ഉദ്ധവൻ വന്നത്. ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ഈ യാദവന്മാരെ മുഴുവൻ ഇവിടുന്ന് പറഞ്ഞയച്ചത് അവരെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ല, മറിച്ച് അവരെ ശാപത്തിൽ പെടുത്താനാണ് എന്ന് അടിയൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുന്ന് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് അടിയൻ കരുതുന്നു. അങ്ങനെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ തെക്തും സമുത്സഹേ നാഥ സ്വധാമ നയമാമപി. അടിയനെ കൂടി അവിടുത്തെ ധാമത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് കൊണ്ടുപോകണേ. അവിടുന്ന് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അടിയനെ കൂടി കൊണ്ടുപോകണേ എന്ന് ഉദ്ധവൻ പറയുമ്പോഴാണ് ഭഗവാൻ അവിടെ പുഞ്ചിരിച്ചും കൊണ്ട് ഉദ്ധവനോട് പറയുന്നു, ഉദ്ധവൻ വിചാരിച്ചത് ശരി തന്നെയാണ്. ഉദ്ധവൻ വിചാരിക്കുന്നത് എന്റെ സങ്കല്പം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. ഉദ്ധവൻ ഇവിടെ ഉണ്ടാവണം. അളകനന്ദയിൽ മുങ്ങിക്കുളിച്ച് ബദരിയാശ്രമത്തിൽ എന്റെ ചിന്തയോടുകൂടി ഇരിക്കണം. ഞാൻ നൽകുന്ന ഈ ഉപദേശത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കണം. ലോകത്തിലെ ആളുകൾക്ക് ഇത് ഗുണകരമായിട്ട് തീരട്ടെ. ഇപ്പോ ഉദ്ധവൻ എന്തു ചെയ്യണമെന്നറിയോ? ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. ഈ സ്വജനങ്ങളൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങളെ ഉപേക്ഷിച്ച് മയ്യാവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വഗാം. ഈ ഭൂമിയിൽ എല്ലാത്തിനെയും ഒരേപോലെ കണ്ട് എല്ലാം എന്നിലേക്ക് സമർപ്പിച്ച് മനസ്സ് എനിക്ക് തരൂ. അല്ലേ? ഭഗവാൻ പറയുകയാണ്, അങ്ങനെ സഞ്ചരിക്കൂ. അപ്പൊ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ഇത് കേട്ടപ്പോ ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. അങ്ങ് പറഞ്ഞു എന്നോട് എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുകൂടി പറയൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അവിടെ ഉദ്ധവന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഉദ്ധവനോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാൻ പണ്ട് എൻ്റെ പൂർവികനായിരിക്കുന്ന യദു മഹാരാജാവ്, ആ നാഹുഷൻ പുത്രനായിരിക്കുന്ന യദു മഹാരാജാവ് ദത്താത്രേയൻ എന്ന അവധൂതനുമായി നടത്തിയ സംവാദത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. അതിലൂടെ അങ്ങക്ക് മനസ്സിലാവും ഈ ലോകത്ത് എന്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം. ചിലത് അങ്ങനെ ആവണമെന്നും ചിലത് അങ്ങനെ ആവരുത് എന്നും അങ്ങക്ക് പഠിക്കാൻ സാധിക്കും. എന്തെങ്കിലും കാരണം യദു മഹാരാജാവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സിനൊരു സമാധാനം പൂർണ്ണമായിട്ടില്ല. എന്നാൽ ദത്താത്രേയൻ എന്ന അവധൂതൻ ഇതൊന്നുമില്ല, സമ്പത്തില്ല, അധികാരമില്ല. എന്നിട്ടും ദത്താത്രേയൻ എന്ന അവധൂതൻ വളരെ ശാന്തനായി ഗംഗാംഭസ്ഥ ഇവദ്വിപ, ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു ആനയെപ്പോലെ എല്ലാ ആളുകളും ചൂട് അനുഭവിച്ച് വിഷമിക്കുമ്പോ ഇവിടെ തപസേ ദിനാമുക്തോ ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന, കാമലോഭങ്ങളാകുന്ന വലിയ അഗ്നിയിൽപ്പെട്ട്
കഷ്ടപ്പെടുമ്പോ ദത്താത്രേയന് ഒരു കുഴപ്പമില്ല. അപ്പോ യദുമഹാരാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ഇത് സാധിക്കണത് എന്ന് ചോദിച്ചപ്പോ ദത്താത്രേയൻ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ഉദ്ധവ, അങ്ങയ്ക്കും ഈ 24 ഗുരുക്കന്മാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. ഉദ്ധവന് മാത്രമല്ല, നമുക്കും ഈ 24 ഗുരുക്കന്മാര് മാത്രമല്ല, ഇനിയും എത്രയോ ഗുരുക്കന്മാര് ഈ ലോകത്തുണ്ട്. എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. നമുക്ക് പലരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടം എന്താ? പഠിപ്പിക്കാനാണ് ഇഷ്ടം, അല്ലെ? അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതിൽ നിന്ന് വേണ്ടതുപോലെ പഠിച്ചോളൂ. ദത്താത്രേയൻ പറഞ്ഞ എന്താ? സന്ധിമേ ഗുരവോരാജൻ, എനിക്ക് ഗുരുനാഥന്മാർ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. അല്ലാതെ ഗുരുനാഥന്മാർ എനിക്ക് ഗുരുകുലത്തിൽ വെച്ച് ഇന്നെ പോലെ ഒന്ന് പഠിപ്പിച്ചതല്ല. കാരണം ഈ ഗുരുകുലത്തില് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ ഗുരുക്കന്മാര് നമ്മൾ സാധാരണ കാണുന്ന മനുഷ്യരൊന്നുമല്ല. മൃഗങ്ങളുണ്ട്, ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ഇതിൽ നിന്നൊക്കെ ഞാൻ ഓരോന്ന് പഠിച്ചു. ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമ പഠിച്ചപ്പോ വായുവിൽ നിന്ന് നിസ്സംഗത്വം പഠിച്ചു. ആകാശത്ത് നിന്ന് ലോകത്ത് ഒരേ ഒരു ആകാശം, ഒരേ ഒരു ഈശ്വരൻ എന്ന ബോധ്യം എനിക്കുണ്ടായി. മധുര സ്വഭാവമുള്ളവനാവണം ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ന് ജലം എന്നെ പഠിപ്പിച്ചപ്പോ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിയെ പോലെ ആവണം എന്ന് അഗ്നി എന്നെ പഠിപ്പിച്ചു. അഗ്നിയിലേക്ക് എന്തിട്ടാലും അത് ശുദ്ധമാവും. ഇതേപോലെ നമ്മളും മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്ന സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാവണം എന്നെന്നെ പഠിപ്പിച്ചത് ഈ അഗ്നിയാണ്. പിന്നെ ഞാൻ ചന്ദ്രനെ നോക്കിയപ്പോൾ ചന്ദ്രൻ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ട പോലെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ചന്ദ്രന്റെ കലകൾക്കാണ് നാശം, ചന്ദ്രന് നാശമില്ലാന്ന്. ഇതേപോലെ നമ്മുടെ ശരീരമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നാശമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഏറ്റവും ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾ വരെ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടാണ് സംസാരിക്കുക. അവിടെയാണ് ഞാനിരിക്കുന്നത്. ആ ചൈതന്യം ഇരിക്കുന്നിടം അവിടെയാണ്. ശരീരം ഒരുപാട് അവയവങ്ങളുണ്ട്, അതിലൊന്നും തൊട്ടാലും നമുക്ക് ഞാനെന്ന് പറയാൻ തോന്നില്ല. കാലിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല, തലയിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല, മറിച്ച് ഇവിടെ തൊട്ടിട്ടാണ് പറയുക, ഇതാണ് ഞാൻ. ആ ഞാനിന് ഒരിക്കലും മരണമില്ല. മരിക്കുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് എന്താണ്? അത് ദേഹമാണ്. അതുകൊണ്ടാണ് ഈ ദേഹത്തിന് ക്ഷേത്രം എന്ന് പേര് വന്നത്. ക്ഷീയതേ ഇതി, നശിക്കുന്നതാണ്. അതെന്നെ പഠിപ്പിച്ചത് ഈ ചന്ദ്രനാണ്. മിത്രൻ എന്ന പേരുള്ള സൂര്യൻ, എല്ലാവരെയും ഒരേപോലെ കാണണം എന്നെ പഠിപ്പിച്ചത് സൂര്യൻ. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഒരേപോലെ അവർക്ക് ചൂടും പ്രകാശവും കൊടുത്തുകൊണ്ടിരിക്കുന്നു സൂര്യൻ. പിന്നെ 2 മാടപ്രാവുകൾ, ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും തങ്ങളുടെ ആ ചെറു പക്ഷിക്കുഞ്ഞുങ്ങളെ വേടൻ പിടികൂടിയപ്പോ ആ വേടനിൽ നിന്ന് തന്റെ മക്കളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കരുതി 2 പേരും ആ വേടന്റെ വലയിലേക്ക് എടുത്തു ചാടി അവരുടെ ആ നല്ല ശരീരത്തെ ഉപേക്ഷിച്ചു. ഈ ദേഹം എന്തിനു വേണ്ടിയാണ്? ഭഗവത് ഉപാസനയ്ക്കാണ്. അപ്പൊ കിട്ടിയ ദേഹത്തെ ആത്മഹത്യയിലൂടെ നശിപ്പിക്കുന്നത്, അത് സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ, മമതയുടെ പേരിലാണെങ്കിൽ ഇതൊക്കെ വലിയ തെറ്റാണ് എന്നെ പഠിപ്പിച്ചത് ആ മാടപ്രാവുകളാണ്. അജഗരഹ, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം എന്നെ പഠിപ്പിച്ചത് ആ ഒരു പെരുമ്പാമ്പാണ്. സിന്ധു, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണണം എന്നെ പഠിപ്പിച്ചത് സമുദ്രമാണ്. കാരണം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞ് തുളുമ്പുകയോ വെള്ളം വറ്റി ഇല്ലാതെയാവുകയോ ചെയ്യുന്നില്ല. പിന്നെ ഈയാമ്പാറ്റ തീയെ കണ്ട് അതിനടുത്തേക്ക് പോണു. തീയിൽ തന്റെ ആ ചിറകുകൾ കരിഞ്ഞ് ഈയാമ്പാറ്റ നശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാമിനീ കാഞ്ചനങ്ങളിൽ ഭ്രമിച്ചു പോയാൽ മരണമുണ്ടാവും, അധപ്പതനമുണ്ടാവും എന്നെ പഠിപ്പിച്ചത് ഈയാമ്പാറ്റയാണ്. അതേപോലെ വണ്ട്, മധുകർ എന്ന് പറഞ്ഞ വണ്ട് അല്ലെങ്കിൽ തേനീച്ച എന്താ ചെയ്യുക? അതിങ്ങനെ ഓരോ പൂക്കളിൽ പോയി അതിന് കുറച്ച് തേനെടുക്കും, അടുത്ത പൂവിന് പോകും, കുറച്ച് തേനെടുക്കും, മുഴുവൻ അതൊന്നും എടുക്കില്ല, അതിനാവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ഒരു പുഷ്പത്തില് അല്ലെങ്കിൽ ഒരു ചെടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ അതിൽ സാരം എന്ന് പറയുന്നത് ആ മധുവാണ്. അതുകൊണ്ടാണ് ആ മധുപൻ എന്ന് തന്നെ അതിന് പേര് വന്നത്. അപ്പൊ ഇതേപോലെ ലോകത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അതിൽ നിന്ന്
സാരമായതിനെ മാത്രം സ്വീകരിക്കണമെന്ന് എന്നെ വണ്ട് പഠിപ്പിച്ചു. ആന പഠിപ്പിച്ചത് സ്പർശസുഖത്തിന്റെ പിന്നാലെ പോയാൽ, പിടിയാനയെ കണ്ട് മോഹിക്കുന്ന കൊമ്പൻ ആ ആനയുമായി ആ ഇണചേരാം എന്ന് മോഹിച്ച്, സ്പർശസുഖം മോഹിച്ച് ഓടി അടുത്തേക്ക് ചെല്ലുന്നു, വാരിക്കുഴിയിൽ വീഴുന്നു. ഇതേപോലെ സ്പർശസുഖത്തിന്റെ പിന്നാലെ പോയാലുള്ള അപകടം എന്നെ പഠിപ്പിച്ചത് ആനയാണ്. അപ്പൊ അങ്ങനെ ആവരുത് എന്നാണ്. ചിലതൊക്കെ അങ്ങനെ ആവണമെന്നും അങ്ങനെ ആവരുതെന്നും. അതേപോലെ അടുത്തതായിട്ട് പറഞ്ഞു, തേൻ എടുക്കുന്ന ആള് അല്ലെങ്കിൽ തേനീച്ച തേനിങ്ങനെ സംഭരിച്ച് അവസാനം എന്ത് ചെയ്യുന്നു? തേനീച്ചയെ കൊന്ന് തേനെടുക്കുന്ന ആള് തേനുമായിട്ട് പോകണം. ഇതേപോലെ അധികമായ സമ്പത്ത് അപകടത്തിന് കാരണമാണ് എന്നെ പഠിപ്പിച്ചത് ഈ തേനീച്ചയാണ്, അല്ലെങ്കിൽ തേനെടുക്കുന്ന ആളാണ്. പിന്നെ മാൻ, ഗ്രാമ്യഗീതങ്ങളുടെ പിന്നാലെ പോയി ചെവി വട്ടം പിടിച്ചു നിൽക്കുന്ന മാനിനെ വേടൻ അമ്പെയ്ത് കൊല്ലുന്നു. ഇതേപോലെ ഗ്രാമ്യഗീതങ്ങളുടെ പിന്നാലെ പോയാൽ അത് നമ്മുടെ കർണത്തിന് ദോഷകരമായിട്ട് തീരും, നമ്മുടെ ജന്മത്തിന് ദോഷകരമായിട്ട് തീരും. കർണം കണ്ണന്റെ ഗീതങ്ങൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ആ ഹരിണഹ, മാൻ എന്നെ പഠിപ്പിച്ചു. അടുത്തതായി മത്സ്യമാണ്. മത്സ്യം എന്താ പഠിപ്പിച്ചത്? രസനയെ ജയിക്കണം എന്നാണ്. മത്സ്യത്തെ ഞാൻ നോക്കിയിരുന്നപ്പോ മത്സ്യം ഒരു ചൂണ്ടയിൽ കുരുങ്ങുന്നു. അതിൽ ഇരയെ കിട്ടാനുള്ള മോഹത്തിലാണ് മത്സ്യം അങ്ങനെ ചെയ്തത്. പക്ഷേ അവസാനം എന്തുണ്ടാവുന്നു? തന്റെ ജീവിതം തന്നെ തുലയുന്നു. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കലാണ് പരമപ്രധാനം എന്ന് എന്നെ പഠിപ്പിച്ചത് മത്സ്യമാണ്. അപ്പൊ നാവിനെ നിയന്ത്രിച്ചാൽ ബാക്കി എല്ലാ അവയവങ്ങളെയും പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. നാവിനെ ഭഗവാൻ തന്നെ വളരെ പ്രത്യേകമായിട്ട് ഒരു ഗോപുരമൊക്കെ ഉണ്ടാക്കി അതിൽ 32 കാമക്കാരൊക്കെ നിർത്തി ഉള്ളിൽ വെച്ചേക്കാണ്. അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ, അത് അത്യാവശ്യത്തിന് മാത്രമേ പുറത്തൊക്കെ എടുക്കുള്ളൂ. ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാമക്കാരെ ഒന്ന് കാണിച്ചാൽ തന്നെ സമാധാനമായി, ഇല്ലേ? ഒന്ന് ചിരിച്ചാൽ മതി. സപ്താഹത്തിനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും അതിനിടയിൽ സംഭാഷണമൊന്നും ആവശ്യമില്ല. വന്നു അല്ലേ, എപ്പോഴാ പോണത്, എപ്പോഴാ വന്നത്, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. വരിക, എവിടെയാ സ്ഥലം കിട്ടിയെങ്കിൽ അവിടെ ഇരിക്കുക, ഭക്തിയോടുകൂടി കേൾക്കുക. അപ്പൊ നാവിനെ നിയന്ത്രിക്കണം എന്നെ പഠിപ്പിച്ചത് ഈ മത്സ്യമാണ്. പിന്നെ ഒരു വേശ്യാസ്ത്രീ, അവള് പുതിയ പുതിയ പുരുഷന്മാരെ തേടി ഒരു രാത്രി മുഴുവൻ അവൾ അശാന്തിയുടെ തീരത്തിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോ അവൾക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു. അവളുടെ ഉള്ളിൽ വലിയ ആധ്യാത്മിക ചിന്ത ഉണർന്നു. അവൾ പറഞ്ഞു, എന്റെ ആഗ്രഹങ്ങളാണ് എന്റെ ദുഃഖത്തിന് മുഴുവൻ കാരണം. ആഗ്രഹങ്ങളെ എത്ര കണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണോ ദുഃഖങ്ങൾ അത്രയും കുറയും. ആലോചിച്ച് നോക്കിയാൽ വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ. അപ്പൊ ഈ കാമവും ഈ ആശയും എത്ര കണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണോ അത്ര കണ്ട് ദുഃഖങ്ങൾ കുറയും എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന് ആ പിങ്കളായെന്ന വേശ്യാസ്ത്രീ എന്നെ പഠിപ്പിച്ചു. ആഗ്രഹങ്ങളില്ലാതിരിക്കലാണ് ഏറ്റവും വലിയ സുഖം. നിസ്സംഗനായിട്ടിരിക്കുക, ആരുമായി സംഘമില്ലാതിരിക്കുക. അങ്ങനെ പിങ്കളായെന്ന വേശ്യാസ്ത്രീ. പിന്നെ ഒരു ചെറിയ പക്ഷി, അതൊരു മാംസകഷ്ണം കൊത്തി ആകാശത്തിലേക്ക് ഉയർന്നു. അവസാനം ആ മാംസകഷ്ണത്തിന് മോഹിച്ച് വലിയ പക്ഷികൾ അതിനെ ആക്രമിച്ചു. അവസാനം വായിൽ നിന്ന് ആ മാംസകഷ്ണം താഴെ വീണതോടുകൂടി എല്ലാ പക്ഷികളും പോയി. ഇതേപോലെ അമിതമായി സമ്പാദിച്ചു വെച്ചാൽ അത് അപകടത്തിന് കാരണമാവും എന്ന് എന്നെ പഠിപ്പിച്ചത് ആ കുരരപ്പക്ഷിയാണ്. ഒരു കുട്ടിയെ പോലെ അർദ്ധകഹ, കുട്ടിയും എന്റെ ഗുരുവാണ് എന്ന് പറയുകയാണ് ദത്താത്രേയൻ. കാരണം എന്താ? മാനാപമാനങ്ങളില്ല കുട്ടികൾക്ക്. അതേപോലെ ജീവിക്കണം. നമുക്ക് സാധിക്കുമോ? നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവില്ല, നമ്മളെ ഒരാളെ പുകഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. മാനാപമാനങ്ങളെ ഒരുപോലെ കാണാറാവലാണ് യഥാർത്ഥമായ ഭക്തി എന്ന് എന്നെ ആ കുട്ടി പഠിപ്പിച്ചു. അങ്ങനെ ഇരുന്നാൽ സുഖമാണ്. പിന്നെ ഒരു കുമാരി, ഒരു പെൺകുട്ടിയുടെ കയ്യിലെ വള എന്നെ വലിയൊരു സത്യം പഠിപ്പിച്ചു. നമ്മളെയൊക്കെ പഠിക്കേണ്ടതാണ്. എന്താ? വള ഇങ്ങനെ കുറെ വളകൾ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യില്. നെല്ല് കുത്താൻ തുടങ്ങിയപ്പോൾ ഈ വളകൾ ഇങ്ങനെ കൂട്ടിമുട്ടി ശബ്ദം ഉണ്ടായി. ആ ശബ്ദം അവൾക്ക് മനസ്സിലായി. പുറത്തിരിക്കുന്ന ആളുകൾക്ക് തോന്നും ഇവിടെ ഒന്നുമില്ല, ഇപ്പോഴാണ് നെല്ല് കുത്തുന്നത്. അപ്പൊ അതറിയാതിരിക്കാൻ എന്ത് ചെയ്യാം? ഓരോ വളകളായിട്ട് അഴിച്ചു വെച്ചു.
രണ്ടു കൈയിലും ഓരോ വളകളായിട്ട് വന്നപ്പോ ശബ്ദമില്ലാതെയായി. എനിക്കിതിന് വലിയൊരു തത്വം മനസ്സിലായി. ഈശ്വരീയമായ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഏകാന്തമായിരിക്കണം. കൂട്ടം കൂടി നടന്നാൽ ഇത്തരത്തിൽ ആ വള ശബ്ദമുണ്ടാക്കിയതുപോലെ ജീവിതം ശബ്ദായമാനമാകും, മറിച്ച് ഭക്തി നിറയില്ല എന്നെന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് സംസാര ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന ഈ കൂട്ടുചേർന്നുള്ള യാത്രയൊക്കെ അവസാനിപ്പിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ കങ്കണങ്ങളാണ് പെൺകുട്ടിയുടെ കയ്യില്. പിന്നെ ശരകൃത്ത്, ആയുധമുണ്ടാക്കുന്ന ആളുടെ ശ്രദ്ധ. അതിലൂടെ രാജാവിന്റെ ഒരു വലിയ ഘോഷയാത്ര കടന്നു പോയിട്ട് പോലും അയാൾ അറിഞ്ഞില്ല. ഇതേപോലെ ഭഗവത് ഭജനത്തിൽ ആത്യന്തികമായ പരിപൂർണമായ ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധ വന്നാലും നമ്മളെല്ലാം മറക്കും. അതെന്നെ പഠിപ്പിച്ചത് ഈ ശരമുണ്ടാക്കുന്ന ആളാണെങ്കിൽ ആയുധമുണ്ടാക്കുന്ന ആളാണ്. സർപ്പത്തെ പോലെ ഗ്രഹങ്ങൾ നിർമ്മിക്കരുത്. സർപ്പം ഗൃഹം ഉണ്ടാക്കണില്ല. നമ്മളും ഗ്രഹങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൃഹാരംഭം വലിയ ദുഃഖമാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മളൊക്കെ വീട് പണിയുന്നതാണ് ഏറ്റവും വലിയ സുഖം എന്ന് വിചാരിക്കും. പിന്നെ വീട് പണിഞ്ഞതിനെ കുറിച്ചുള്ള അതുകൊണ്ടുള്ള വലിയ വലിയ ദുഃഖങ്ങൾ. ഇത് എന്നെ പഠിപ്പിച്ചത് സർപ്പമാണ്. ഊർണനാഭി എന്ന് പറഞ്ഞാൽ എട്ടുകാലി. എട്ടുകാലിയും എന്റെ ഗുരുനാഥനാണ്. എട്ടുകാലിയിൽ നിന്ന് എന്താ പഠിച്ചത്? നമുക്കൊന്നും തോന്നിയിട്ടേ ഇല്ല അല്ലെ? എട്ടുകാലി കണ്ടു കഴിഞ്ഞാൽ എട്ടുകാലി കണ്ട അടിച്ചു ഓടിക്കുക, ചൂലെടുത്ത് അടിക്കുക എന്നല്ലാതെ ഗുരു ആണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ദത്താത്രേയൻ പറയാണ് ഇതൊരു ഗുരുവാണ്. കാരണം എന്താ? ആ എട്ടുകാലി തന്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കി ആ നൂലിൽപ്പെടുന്ന ആ വലയിൽപ്പെടുന്നവരെ ഭക്ഷിച്ച് അവസാനം തന്നിലേക്ക് തന്നെ ആ നൂലിനെ തിരിച്ച് എത്തിക്കുന്നു. ഇത് തന്നെയാണ് ഈശ്വരൻ ചെയ്യുന്നത്. ഈശ്വരൻ സൃഷ്ടിക്കണു, സംരക്ഷിക്കണു, സംഹരിക്കണു, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. എട്ടുകാലിയാണ് എന്നെ ഈ വലിയ സത്യം പറഞ്ഞു തന്നത് എനിക്ക്. അടുത്തതായി സുപേഷകർ എന്ന് പറഞ്ഞ വേട്ടാളൻ എന്നൊക്കെയാണ് പറയുക. ഈ വേട്ടാളൻ എന്ത് ചെയ്യും? പുഴുവിനെ പിടിച്ചിട്ട് അതിനെ കുത്തി പേടിപ്പിച്ചിട്ട് ആ പുഴുവിനെ ഒരു മണ്ണുകൊണ്ടുള്ള കൂടിനകത്താക്കി അടച്ച് വേട്ടാളൻ പോകും. ഈ വേട്ടാളനെ തന്നെ വിചാരിച്ച് അവസാനം ഈ പുഴു ഒരു വേട്ടാളനായി മാറും. ഇതേപോലെ നിരന്തരമായ ഈശ്വര സ്മരണ കൊണ്ട് നമുക്ക് ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സദാസേവ്യ സദാസേവ്യ. ഭഗവാനെ എപ്പോഴും സേവിക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം, ഉറക്ക ജപിക്കണം എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞു. അങ്ങനെ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ദത്താത്രേയൻ പറഞ്ഞു, ഇനി ഇത് മാത്രമല്ല, ഈ ലോകത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ വേറെയുണ്ട്. ഈ ദേഹവും എന്റെ ഗുരുവാണ്. ദേഹം നശിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ആ നാശമുണ്ട് എന്ന് തിരിച്ചറിവ് വരുമ്പോ നമുക്ക് ഈ ദേഹത്തിൽ വിരക്തി ഉണ്ടാവും. ഇത് നശിക്കാത്തതാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതിനോട് വലിയ സ്നേഹം വരുന്നത്. അതിനെ ലാളിച്ച് വലിയ കുഴപ്പക്കാരനാണെന്നാ പറയണത് ഈ ദേഹം. അതിനെ ലാളിക്കും തോറും അതിന് വാശി കൂടും. അപ്പൊ ലാളിക്കരുത്. ചെറിയ കുട്ടികളൊക്കെ കൂടുതൽ ലാളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവരെ നേരാവണ്ണം നേർവഴിക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദേഹത്തെയും അതിന്റെ വഴിക്ക് വിട്ടോളൂ എന്നാണ്. പ്രാരബ്ധം തീരുന്നവരെ ദേഹം ഉണ്ടാവും, ഉറപ്പ്. അപ്പൊ അതിന് ദേഹസുഖത്തിനേക്കാൾ കൂടുതൽ മനസ്സുഖത്തിന്, ആത്മീയതയ്ക്ക് പ്രാധാന്യം കണക്കാക്കണം എന്ന് പറയുന്നു. അപ്പൊ ദേഹവും എന്റെ ഗുരുനാഥനാണ്, 25ാമത്തെ ഗുരു. അങ്ങനെ ആ യദു മഹാരാജാവ് എല്ലാം ത്യജിച്ചു. അങ്ങും ഇതുപോലെയെല്ലാം ത്യജിക്കൂ. ഉദ്ധവനോട് ഭഗവാൻ പറയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഗുരുവിനെ കിട്ടും. ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണം അരണിമഥനം പോലെയാണ്. അരണിമഥനം ചെയ്യുമ്പോൾ അഗ്നി ഉണ്ടാവും. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും ജ്ഞാനാഗ്നി ഉണ്ടാവും. ഈ ജ്ഞാനാഗ്നി എല്ലാ തരത്തിലുള്ള സംശയങ്ങളെയും തീർക്കും എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നെ ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ പറഞ്ഞു, ദേഹത്തിലിരിക്കുമ്പോഴും ദേഹബന്ധമില്ലാത്തവൻ മുക്തൻ. ദേഹത്തിലിരിക്കുമ്പോൾ ദേഹമാണ് താൻ എന്ന് കരുതുന്നവൻ ബദ്ധൻ. എളുപ്പം നമുക്ക് മനസ്സിലാവാൻ എന്താ ഏറ്റവും നല്ല ഉദാഹരണം? മുക്തൻ എന്ന് പറഞ്ഞാൽ കൊട്ടത്തേങ്ങ പോലെയാണ്, ബദ്ധനോ പച്ചത്തേങ്ങ പോലെ. ചിരട്ടയാണ് സംസാരം. ഈ ചിരട്ടയുമായി ചേർന്നിരിക്കണു ബദ്ധൻ. ചിരട്ടയുടെ ഉള്ളിലിരിക്കുമ്പോഴും ചിരട്ടയുമായി ബന്ധമില്ലാതിരിക്കണു മുക്തൻ. അപ്പൊ കൊട്ടത്തേങ്ങയാണ് മുക്തൻ, പച്ചത്തേങ്ങയാണ്
ബദ്ധൻ. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ? നിരന്തരമായ ഭഗവത് ഉപാസന കൊണ്ട് നമ്മളും ആ ചിരട്ടയിൽ നിന്ന് വേർപെട്ട് മറ്റൊരു അസ്തിത്വമായിട്ട് നിലനിൽക്കണം. ദേഹത്തിനുള്ളിലാണെങ്കിലും ദേഹത്തിന്റെ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണം എന്ന് പഠിപ്പിച്ചു. പിന്നെ സജ്ജനങ്ങളുടെ പ്രത്യേകത ഭഗവാൻ പറഞ്ഞു. പ്രത്യേകിച്ചും ഉദ്ധവ, അങ്ങക്ക് അറിയാലോ, അങ്ങ് ഗോപികമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചില്ലേ? അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അങ്ങാണ്. ആ അങ്ങയ്ക്ക് പോലും ഭക്തി ഉണ്ടാകാവുന്ന തരത്തിൽ ഗോപികമാര് മാറിയെങ്കിൽ അതിന് കാരണം സജ്ജന സംസർഗമാണ് എന്ന് മനസ്സിലാക്കൂ. അവരുടെ സജ്ജനമായി നിന്നത് ഞാൻ തന്നെയാണ്. എന്നോടുള്ള കാമമാണ് അവസാനം നിഷ്കാമമായ പ്രേമമായി മാറിയത്. അതാണ് ഉദാത്തമായ ഭക്തി എന്ന് അങ്ങ് തിരിച്ചറിഞ്ഞു. ആ ഗോപികമാരുടെ ഭക്തിയുടെ ആഴവും പരപ്പും അറിയാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സത്സംഗം വളരെ വിശേഷമായിട്ടുള്ളതാണ്. പിന്നെ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മം ചെയ്യുകയാണോ വേണ്ടത്, ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. സൂക്കേട് മാറിയാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട. ഭഗവത് ഭജനത്തിന് യോജിച്ച മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദുഃഖങ്ങളെ നശിപ്പിക്കാൻ അതിന് മനസ്സിനെ ഈശ്വരിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഈശ്വരീയമായതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് ഉപോദ്ബലകമായ ഉദാഹരണമായിട്ട് ഹംസഗീത അവിടെ പറഞ്ഞു. എന്താ ഹംസം? ഹംസം എന്ന് പറഞ്ഞാൽ ക്ഷീരധീര വിവേകി. പാലും വെള്ളവും ഒരുമിച്ച് വെച്ചാൽ അതിൽ പാലിനെ മാത്രം സ്വീകരിക്കാൻ സാധിക്കുക, നന്മയെ സ്വാംശീകരിക്കാൻ സാധിക്കുക. അതാണ് ഹംസഗീതയിലൂടെ ഭഗവാൻ അനാവരണം ചെയ്തത്. പിന്നെ സിദ്ധികളെ കുറിച്ച് പറഞ്ഞു. അണിമ, മഹിമ, ലഖിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ഈ സിദ്ധികൾ കൊണ്ടൊന്നും എന്നെ മയക്കാൻ സാധിക്കില്ല. എന്നെ എന്തുകൊണ്ടേ മയക്കാൻ സാധിക്കുള്ളൂ? ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സിദ്ധി കൊണ്ട് മറ്റുള്ളവരെ ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്താം. വലുതാവുക, ചെറുതാവുക, ഭാരം കൂട്ടുക, ഭാരം കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആളുകളെ അത്ഭുതപ്പെടുത്താം. പക്ഷേ ഈ സിദ്ധികൾ പലപ്പോഴും അധപ്പതനത്തിന് കാരണമായിട്ട് തീരും. ഭക്തിയാണ് പരമപ്രധാനമായിട്ടുണ്ടാവേണ്ടത്. ഭക്തി ഭഗവാനിലുള്ള ആസക്തിയാണ് എന്ന് പറഞ്ഞു. പിന്നീട് ചോദ്യത്തിന് മറുപടിയായിട്ട് വിഭൂതി യോഗത്തെ പറഞ്ഞു. എന്താണ് വിഭൂതി യോഗം? എവിടെയാണോ തേജസ്, ഐശ്വര്യം ഇതൊക്കെ അധികമായിട്ട് നമ്മൾ കാണുന്നത്, അത് ഭഗവാന്റെ വിഭൂതിയാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ കരുതുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, വീരന്മാരിൽ അർജുനൻ ഞാനാണ്, സർപ്പങ്ങളിൽ വാസുകി ഞാനാണ്, ഭക്തന്മാരിൽ ഉദ്ധവ ഞാൻ തന്നെയാണ് അങ്ങ്. ഇങ്ങനെ പ്രധാനപ്പെട്ടതൊക്കെ ഭഗവാനാണെന്ന് ആദ്യം കരുതുക. പതിയെ പതിയെ എല്ലാം ഭഗവാനാണെന്ന് ഉറപ്പിക്കുക. പശുവിനെ കാണുമ്പോൾ, ആനയെ കാണുമ്പോഴൊക്കെ നമുക്ക് തൊഴാൻ തോന്നാറുണ്ട്. ഒരു നായെ കുറച്ചു കൊണ്ടുവന്നാൽ നമുക്ക് തൊഴാൻ തോന്നാറില്ല. കാരണം എന്താ? നായയെ നമ്മൾ ഈശ്വര ഭാവത്തിലേക്ക് എത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അതിന് ഭാഗമായിട്ടില്ല. എല്ലാ ജീവികളിലും ചൈതന്യമായി നിൽക്കുന്നത് ഭഗവാനാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ ഈ വസ്തുക്കളെയൊക്കെ കാണുമ്പോഴും നമുക്ക് ഭഗവത് സ്മൃതി ഉണ്ടാവും. അത് പെട്ടെന്നൊന്നും സാധിക്കില്ല. അത് സാധിക്കണം എന്ന് വിചാരിച്ച് ആ രീതിയിൽ എല്ലാം യഥാതഥ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അപകടം ഉണ്ടാവുകയും ചെയ്യും, അല്ലേ? നായയൊക്കെ കണ്ട്, പശുവിനെ കണ്ടും ആനയെ കണ്ടും തൊഴുത് നമസ്കാരം പോലെ നായയെ കാണുക, പന്നിയെ കാണുക, സൂകരമൂർത്തയെ എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആള് എവിടെയെങ്കിലും കൊണ്ടുപോകും നമ്മളെ. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, സപ്താഹം കേൾക്കണ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇത് ആ ഭക്തിയുടെ തലം മനസ്സിലാക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ അത് അപകടത്തിന് കാരണമാവും. ഭക്തിയാണ് ജന്മ സാഫല്യം. എന്നിട്ട് വിഭൂതി യോഗത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം ചിലതിൽ ഈശ്വരനെ കാണുക, പതിയെ പതിയെ എല്ലാം ഈശ്വരനാണെന്നറിയാം. നമ്മളൊരു വിഗ്രഹത്തിൽ ഈശ്വരനെ കാണും, പിന്നെ ആ വിഗ്രഹം ഉണ്ടാക്കിയ കല്ല്, സകല കല്ലും ഈശ്വരനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തും. ശിലയിലും ശിവരൂപത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുക. പിന്നെ അടുത്തതായി പറഞ്ഞു വർണ്ണാശ്രമങ്ങളെ കുറിച്ച്. നമ്മളൊക്കെ പലപ്പോഴും ചിലത് കേമമെന്നും ചിലത് വളരെ താഴെ എന്നും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉന്നത കുലജാതർ എന്നൊക്കെ ചില ആളുകളെ മാത്രം പറയും. അങ്ങനെ ഇല്ല. എല്ലാം ഈശ്വരന്റെ
ആ സന്തതികൾ ഈശ്വരന്റെ ചൈതന്യം തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതൊക്കെ അവരവരുടെ ബുദ്ധിക്കും അവരുടെ കഴിവിനുമനുസരിച്ച് ഭഗവാൻ ഈ രീതി അവലംബിച്ചതാണ്. എല്ലാം ശ്രേഷ്ഠമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ ജീവിതം ധന്യമാവുള്ളൂ. അതുകൊണ്ട് ആ ആശ്രമങ്ങളെക്കുറിച്ചും വർണ്ണങ്ങളെക്കുറിച്ചുമൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം മനസ്സിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഭക്തി ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം വെറും കെട്ടുകാഴ്ചകൾ മാത്രമായി മാറും. ഇപ്പൊ നമ്മളൊക്കെ സപ്താഹത്തിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉറക്ക പാട്ട് പാടുകയും ആട്ടമാടുകയും ഇല്ലേ, രുക്മിണി സ്വയംവരത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പല രീതിയിലൊക്കെ കളിച്ചു. പക്ഷെ അത് കളിക്കാൻ വേണ്ടി രുക്മിണി സ്വയംവരമല്ല, രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി കളി അങ്ങനെ വന്നില്ലെങ്കിൽ ചെറിയ അപകടങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവും, സപ്താഹത്തിന്റെ ഭാഗമായിട്ട് അന്നദാനം, കുറെ കഴിഞ്ഞപ്പോ എന്തായി, കുറച്ചു പേർക്ക് അന്നദാനം നടത്തണം, അപ്പോ സപ്താഹം നടത്തുക, അങ്ങനെയായി. എന്തിനു വേണ്ടിയാണെന്നുള്ളത് മറന്നു. അങ്ങനെയാണ് ഈ സപ്താഹ വേദിയിൽ ആളുകൾ കുറവും അപ്പുറത്ത് സദ്യയുടെ വേദിയില് ആളുകൾ ധാരാളമൊക്കെ വന്നു തുടങ്ങിയത്. പതിയെ പതിയെ എന്തുണ്ടാവും, സപ്താഹം ഇല്ലാതെയാവും. ഏതുപോലെ മാവിലിത്തിൽ കണ്ണി പിടിക്കുന്നത് പോലെ പല പല കാര്യങ്ങൾ നടത്തി 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 സപ്താഹത്തിന്റെ പരമപ്രധാനമായ പാരായണത്തിന് അത് കേൾക്കാൻ ആളില്ലാതെയായി. ആലോചിച്ചു നോക്കൂ, പാരായണം, എന്റെ പേര് തന്നെ മൂലം എന്നാണ്. മൂലം വേരാണ്. വേര് നഷ്ടപ്പെട്ടാലോ ആ വൃക്ഷം കടപുഴകി വീഴും. അതുകൊണ്ട് അതില് വലിയ ശ്രദ്ധ വേണം. എന്നിട്ട് പറഞ്ഞു, ഭക്തി ജ്ഞാന വൈരാഗ്യത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രർക്ക് നൽകിയിട്ടുള്ള ഉപദേശ രൂപത്തിലാണ് പറഞ്ഞത്. പിന്നീട് നമ്മള് കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ച ധ്യാനയോഗത്തെ അവിടെ പറഞ്ഞു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള 8 അംഗങ്ങളോടുകൂടിയ ധ്യാനയോഗത്തെ പറഞ്ഞു. പിന്നെ പറഞ്ഞു കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും. തുടക്കത്തിൽ അതിൽ ചെറിയ വ്യത്യാസം തോന്നിയേക്കാം, പക്ഷേ അവസാനം എത്തിച്ചേരുന്നത് ഭഗവാന്റെ പാദത്തിൽ തന്നെയാണ്. അത് ഭക്തിയോഗം എങ്ങനെയുള്ള ആളുകൾക്ക്, പരിപൂർണമായ വിരക്തി വരാത്ത ആളുകൾക്ക്, പൂർണ്ണമായ വിരക്തി വന്ന ആളുകൾക്ക് ജ്ഞാനയോഗവും, ഒട്ടും തന്നെ വിരക്തി വരാത്ത ആളുകൾക്ക് കർമ്മയോഗവുമാണ് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി. പക്ഷേ സാധാരണ ഭക്തന്മാർക്ക് ഈ ഭക്തിയോഗത്തിലൂടെ പൂർണ്ണമായ വിരക്തി വന്നിട്ടില്ല, എന്നാൽ വലിയ ആസക്തിയുമില്ല, ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിൽ ഭക്തിയോഗമാണ് വിശേഷം. സംസാരത്തിന്റെ മറുകര കടക്കാനുള്ള, സംസാര സാഗരേമഗ്നം അല്ലെ, അതിന്റെ മറുകര കടക്കാനുള്ള ഒരു തോണിയാണ് നമ്മുടെ ഈ ശരീരം. അതിന് വേണ്ടതുപോലെ ഉപയോഗിക്കാം. മറിച്ച് ആ തോണി ഈ സംസാര സാഗരത്തിന്റെ നടുവിൽ കൊണ്ടിട്ട് ഭൗതികതയുടെ മീൻപിടുത്തത്തിന് വേണ്ടി നമ്മൾ കാത്തു നിന്നാൽ ചിലപ്പോ കാലാനുസാരിയായി ആ തോണിക്ക് ഓട്ട വരും, നമ്മൾ അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് യൗവനാരംഭത്തിൽ തന്നെ ഭഗവത് ഭജനം ചെയ്യാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ സാഖ്യയോഗത്തെ പറഞ്ഞു. സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഉപദേശമാണ്, തത്വോപദേശമാണ്. അവിടെ പറയുന്നു 2 എന്നൊന്നില്ല, എല്ലാം ഒരേ ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നിനെ അറിയലാണ് ഭക്തി എന്ന് പറയുന്നു. പ്രപഞ്ചത്തിന്റെ നാനാത്വത്തിൽ മനസ്സ് ഭ്രമിക്കരുത്, എല്ലാം ഈശ്വരനാണെന്ന് മനസ്സിലാക്കൂ. മനസ്സിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി തന്നത് ഭഗവാന്റെ വാക്കുകളിലൂടെയാണെങ്കിലും ഒരു ബ്രാഹ്മണനാണ്. കച്ചവടം നടത്തി ഒരുപാട് ധനം ലഭിച്ചിട്ടുള്ള അയാള് ധർമാനുസാരിയായി ജീവിക്കാൻ മറന്നുപോയി. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. പക്ഷേ ധർമ്മത്തിനു വേണ്ടി നമ്മൾ പറയുക ഒരു ചെറുവിരല് പോലും അനക്കാത്ത അദ്ദേഹത്തിന് ധർമ്മച്യുതി കൊണ്ട് തന്നെ തന്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ തുടങ്ങി. പ്രായമായി, ഭാര്യയും മക്കളും ഒക്കെ പണം കൊണ്ടുപോയി, രാജാവ് കൊണ്ടുപോയി, കള്ളന്മാര് കൊണ്ടുപോയി, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹം ഒരു ഭിക്ഷുവിനെ പോലെ അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ദ്വിജഗീത, ഭിക്ഷുഗീത എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഭിക്ഷാപാത്രവുമായിട്ട് നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റാരെങ്കിലും വന്നിട്ട് ഇവൻ കള്ളനാണ്, ഇവനൊരു വസ്തു കൊടുക്കരുത്, ഇതാ വേണമെങ്കിൽ ചോറിന്റെ കൂടെ ഇതുകൂടി കഴിച്ചോളെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി അതിലിടും. അതേപോലെ അയാൾ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ അയാളുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കുക, മൂത്രം ഒഴിക്കുക, അങ്ങനെയുള്ള
പ്രവർത്തികളൊക്കെ ചെയ്തു. അയാളെ എല്ലാവരും ദ്രോഹിച്ചു. പക്ഷേ പതിയെ പതിയെ ആ ഭിക്ഷു, ആ ബ്രാഹ്മണോത്തമൻ പറഞ്ഞു, മനപ്പരം കാരണമാമനന്തി. ലോകത്തിലെ എല്ലാ ദുഃഖത്തിനും കാരണം മനസ്സാണ്. മനസ്സ് ഇത് സുഖമാണെന്ന് കരുതിയാൽ സുഖം, മനസ്സ് ദുഃഖമാണെന്ന് കരുതി കഴിഞ്ഞാൽ ദുഃഖം. മനസ്സിനെ നിയന്ത്രിക്കലാണ് പരമപ്രധാനം. അല്ലാതെ ഗ്രഹങ്ങളോ ഈശ്വരന്റെ കോപമോ മറ്റുള്ളവരോ ആരുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സാണ്. ആലോചിച്ച് നോക്കിക്കോളൂ, ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മള് മനസ്സ് അതിൽ വിഷമിച്ചു കഴിഞ്ഞാൽ എന്നും വിഷമം. അതിനു പകരം അയാൾ പറയേണ്ടത് അയാൾ പറഞ്ഞു, അത് എന്നെ ബാധിക്കുന്നില്ല. നമ്മളെ ബാധിക്കുമോ? അയാളിതിനെ പറഞ്ഞു. ആരെക്കുറിച്ചും എല്ലാവരും നല്ലത് പറഞ്ഞിട്ടില്ല. എല്ലാ ആളുകൾക്കും മോശം ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ ദോഷം പറയും, നല്ലത് പറയുന്ന ആളുകൾ നല്ലത് പറയും. അതിനെ നമ്മൾ ശ്രദ്ധിക്കരുത് എന്നാണ്. ഇതൊക്കെ പറയാൻ വലിയ എളുപ്പമാണ്, കേൾക്കാൻ അതിലേറെ എളുപ്പമാണ്, അല്ലെ? പറയേണ്ട ആൾക്കെങ്കിലും പറയുമെങ്കിലും വേണം, മറ്റേ ആൾക്കെങ്കിലും ഇന്ന് കേട്ടാൽ മതി. ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ വലിയ വലിയ ബുദ്ധിമുട്ടാണ് താനും. അപ്പോ ഈ രീതിയിൽ നമ്മളെ ബാധിക്കുന്നതല്ല എന്ന ബോധ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, ആ 2 എന്നുള്ള ചിന്ത പ്രശ്നങ്ങൾ കാരണമാണ്. മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? ത്രിഗുണങ്ങളെ പതിയെ പതിയെ ജയിച്ചു വരണം. തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ നിർഗുണഭാവം കൊണ്ടും ജയിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കാമിനീ കാഞ്ചനങ്ങളിൽ പെണ്ണിലും സ്വർണത്തിലും മണ്ണിലുമൊക്കെ ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. അതിൽ താല്പര്യം വെച്ചിരിക്കുന്ന ആളുകൾക്കോ ഭഗവാൻ ഭക്തി ഉണ്ടാവില്ല. ആരുടെ കഥയാണ് അവിടെ പറഞ്ഞത്? പുരൂരവസിന്റെ കഥയാണ് അവിടെ സൂചിപ്പിച്ചത്. അതാണ് ഐളഗീതം എന്നുള്ളത്. ഇളന്റെ അല്ലെങ്കിൽ ഇളയുടെ പുത്രൻ പുരൂരവസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഐളൻ എന്ന് പേര്. അദ്ദേഹം ഉർവശിയെ മോഹിച്ചു. ഉർവശിയുടെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചു അദ്ദേഹം. അവസാനം അദ്ദേഹത്തിന് എപ്പോഴോ ഒരിക്കൽ തോന്നി, എന്താണ് ഈ ഉർവശി എന്നൊരു തോന്നല് വന്നു. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, എന്താണ് ഉർവശി? മലീമസമായ ഒരുപാട് വസ്തുക്കൾ ചേർത്ത് വെച്ച് ഒരു തോല് കൊണ്ട് പൊതിഞ്ഞ ഒരു മാംസപിണ്ഡം മാത്രം, അത്രയേ ഉള്ളൂ എന്നങ്ങോട്ട് ചിന്ത വന്നതോടുകൂടി ഇതുവരെ നല്ലത് എന്ന് കരുതിയതൊക്കെ മോശമാണ്. ആ ഉർവശിയിലുള്ള ഈശ്വര ചൈതന്യം മാത്രമാണ് സത്യമായിട്ടുള്ളത്, അത് മാത്രമാണ് മനോഹരമായിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് ഭക്തിയുടെ മാഹാത്മ്യത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭക്തദാസനായിരിക്കുന്ന ഭഗവാൻ ക്രിയായോഗം, പൂജാവിധികളെ കുറിച്ച് പറഞ്ഞു. പൂജാവിധിയില് ഭഗവാൻ സമർപ്പണം ചെയ്തിട്ട് ഭഗവാൻ പറയാണ്, ശിരോമൻ പാദയോഗൃത്വ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൻ. എന്നെ മരണമാകുന്ന ആ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ക്രിയായോഗത്തെ കുറിച്ച് പറഞ്ഞു. നിരന്തര ഭക്തി കൊണ്ട് ഈ സംസാരത്തെ ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. സദാസേവ്യ സദാസേവ്യ, എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചോളൂ, നിഷ്കാമനായി കർമ്മം ചെയ്തോളൂ, ഭജനം തുടർന്നോളൂ. അവസാനം ഒരിക്കലും നശിക്കാത്ത ഭഗവത് ഭക്തി കരഗതമാവുക തന്നെ ചെയ്യും. ഇങ്ങനെ ഉദ്ധവനെ വേണ്ട പോലെ ഉപദേശിച്ചു ഭഗവാൻ. ഉദ്ധവന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഭഗവാൻ തന്നോട് പോവാൻ പറയുകയാണ്. പോവാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നിറഞ്ഞൊഴുകുന്ന കണ്ണീരുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ പ്രിയ സുഹൃത്തിന്റെ കണ്ണീരൊപ്പിക്കൊണ്ട്, ആ കണ്ണീർ തുടച്ചും കൊണ്ട്, ഉദ്ധവന്റെ കണ്ണീര് തുടച്ചും കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ ബദരി ആശ്രമത്തിലേക്ക് പൊക്കോളൂ. അവിടെ വെച്ച് എന്നെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നൽകിയ ഈ ഉപദേശം ഉണ്ടല്ലോ, ഇത് ലോകത്തിൽ പ്രചരിപ്പിക്കൂ. ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പ്രത്യേകം പറഞ്ഞു ഭഗവാൻ, ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഷഠന്മാരായിട്ടുള്ള ആളുകള്, പാഖണ്ഡന്മാരായിട്ടുള്ള ആളുകള്, അവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ നിസ്സംഗനായി എന്നെ മാത്രം വിചാരിച്ച് അവസാനം എന്നിലേക്ക് തന്നെ അങ്ങ് എത്തിച്ചേരും. ഉദ്ധവൻ ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. നമോസ്തുതേ മഹായോഗി പ്രപന്ന മനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാദ് അനപായിനി. അനപായിനിയായ രതി
എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. നിറ കണ്ണുകളോടുകൂടി, മുറിഞ്ഞ വാക്കുകളോടുകൂടി, മിടിക്കുന്ന ഹൃദയത്തോടുകൂടി ഭഗവാന്റെ കാക്കൽ വീണ് അങ്ങനെ എഴുന്നേറ്റ ഉദ്ധവന്റെ കയ്യിലേക്ക് ഭഗവാൻ തന്റെ പാദുകങ്ങളെ അങ്ങനെ ഏൽപ്പിച്ചു. രാമാവതാരത്തിൽ ഭരതന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ കൃഷ്ണാവതാരത്തിൽ തന്റെ പ്രിയപ്പെട്ട ആ ഭഗവൽ സ്വരൂപത്തിന് തുല്യമായ ഉദ്ധവന്റെ കയ്യില് പാദുകങ്ങളെ ഏൽപ്പിച്ചു. ഉദ്ധവൻ ആ മെതിയടികൾ തന്റെ ശിരസിൽ ചേർത്ത് വെച്ച് മെല്ലെ അവിടുന്ന് ബദരിയിലേക്ക് യാത്രയായി. അവിടെ മുനിമാരുടെ ശാപം സത്യമായി. പ്രഭാസ തീർത്ഥത്തിൽ ദാനധർമാദികളൊക്കെ ചെയ്ത അവര് വാരുണിയും മതിരാം പീത്വ, വാരുണി എന്ന മദ്യം സേവിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് പരസ്പരം തല്ലുകൂടി ചതുപ്പഞ്ചാവശേഷിത 4-5 പേര് മാത്രം ബാക്കി വന്നു. അവസാനം മദ്യലഹരിയിൽ അവര് നശിച്ചുപോയി എന്ന് പറയുന്നു. ബലരാമസ്വാമി തന്റെ ദേഹത്തെ ഉപേക്ഷിച്ചു. ഭഗവാനും അതെ, ബലരാമനും യാത്രയായി എന്ന് തിരിച്ചറിഞ്ഞു. സരസ്വതി നദിയുടെ തീരത്ത് ഒരു അശ്വത്ഥത്തിന്റെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ പോയി ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. പുകയില്ലാത്ത അഗ്നി പോലെ ജ്വലിക്കുന്നു ഭഗവാൻ. ഭഗവാൻ തന്റെ ഇടത്തെ കാല് വലത്തെ തൃത്തുടയിലേക്ക് ചേർത്ത് വെച്ചു. ഭഗവാന്റെ തൃപ്പാദം കണ്ടപ്പോൾ അതൊരു മാനാണ് എന്ന് കരുതി അമ്പയക്കുന്നു. അവിടെ ജര എന്ന കാട്ടാളൻ ഭഗവാന്റെ കാലിൽ വന്ന് അമ്പ് തറച്ചു. ജര വന്ന് നോക്കിയപ്പോ ഒരു പുണ്യപുരുഷരിക്കുന്നു. കാക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്റെ ഈ അമ്പെയ്ത്തും എന്റെ അൻപ് തന്നെയാണ്, എന്റെ ദയ തന്നെയാണ്. ഇത് സങ്കല്പം എന്റെയാണ്, അതുകൊണ്ട് നീയെ വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ എന്നും പറഞ്ഞ് ഭഗവാൻ പറഞ്ഞയച്ചു. ഇങ്ങനെ പൂതലയ്ക്ക് മോക്ഷം കൊടുത്ത് ആരംഭിച്ച ഭഗവാന്റെ ദിവ്യമായ ലീലകൾ ഏറ്റവും ഒടുവിൽ ആ കാട്ടാളനും മോക്ഷം കൊടുക്കുന്ന കാരുണ്യമായി അവിടെ പൂർത്തിയായി എന്നും പറഞ്ഞു. ഭഗവാൻ അതിനുശേഷം ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. 7-ാം ദിവസം സമുദ്രം ദ്വാരകയെ വിഴുങ്ങും എന്നുള്ള സത്യം അറിയിച്ചു. എല്ലാവരോടും അർജുനന്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിന് പോകാൻ പറഞ്ഞു. ഭഗവാൻ സരസ്വതി നദിയുടെ തീരത്ത് ആ അതിദിവ്യമായ തന്റെ സ്വരൂപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് മെല്ലെ ആ പത്മനേത്രേ യമീലയിൽ തന്റെ ആ 2 കണ്ണുകളും എല്ലാം അടച്ചു. തന്റെ വിഭൂതികളായ ബ്രഹ്മാദി ദേവന്മാരെയൊക്കെ നോക്കിക്കൊണ്ട്, അവർക്ക് അവതാരം കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ഇപ്പതാ ഭഗവാന്റെ ആ കപട മനുഷ്യ നാട്യത്തിന്റെ അവസാനം കാണാൻ അവർക്കൊക്കെ സാധിച്ചു. പുഷ്പവൃഷ്ടി ഉണ്ടായി. എല്ലാവരും ആനന്ദത്തോടുകൂടി ഭഗവാന്റെ സ്വധാമഗമനത്തെ അനുമോദിച്ചു എന്നും പറഞ്ഞു. കലിയുഗത്തിലെ രാജവംശങ്ങളെക്കുറിച്ച്, കലിയുടെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് ജനങ്ങൾ അധർമ്മത്തിൽ തൽപരരായി അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തുമ്പോൾ കലിയുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞാണ് ദ്വാദശ സ്കന്ധം ആരംഭിച്ചത്. എല്ലാം എൻ്റെ എന്ന് കരുതുന്ന മനുഷ്യൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല, യാതൊരു സംശയമില്ല, അല്ലേ? പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കണം, അത് വേണം ഇത് വേണം എന്ന് ഇപ്പൊ പറയുകയാണ്. പക്ഷേ കലിയുഗത്തിന് ഇത്രയൊക്കെ ദോഷമുണ്ടെങ്കിലും കലിയുഗത്തിന്റെ പുണ്യം എന്നുള്ളത് നാമജപം കൊണ്ട് മോക്ഷം നേടാം എന്നുള്ളതാണ്. പിന്നെ 4 തരം പ്രളയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ സംസാര സാഗരത്തിന്റെ മറുകര കിടക്കാനുള്ള തോണിയാണ് ശ്രീമദ് ഭാഗവതം എന്നും അവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഭക്തി വന്നു കഴിഞ്ഞാൽ, ഭഗവാനിൽ നിഷ്കാമമായ ഭക്തി വന്നാൽ ബ്രഹ്മഭാവം വരും. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മ അഹം പരമം പദം എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഉപദേശിച്ചു. അവിടെ കാക്കൽ വീണ് നമസ്കരിച്ചു പരീക്ഷിത്ത്. സൂതനും തന്റെ ഗുരുനാഥനായ ശിശുബ്രഹ്മശ്രീയെ മനസ്സിൽ ധ്യാനിച്ച് ഒന്നിനെ നമസ്കരിച്ചു. അതിനുശേഷം പറഞ്ഞു, പരീക്ഷിത്ത് ആ തക്ഷക ദംശനമേറ്റ് മരിച്ചു. അതിന് എത്രയോ മുമ്പ് തന്നെ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി പരീക്ഷിത്ത്. എങ്കിലും തന്റെ താതന്റെ മരണത്തിന് കാരണം തക്ഷകനാണെന്ന് കരുതി ജനമേജയൻ വലിയൊരു സർപ്പസത്രം നടത്തി. അതിനൊടുവിൽ ബ്രഹ്മാവ് തന്നെ വന്ന് പറഞ്ഞ് സർപ്പസത്രം നിർത്തി. നിരപരാധികളായിരിക്കുന്ന സർപ്പങ്ങൾ അഗ്നിയിൽ വെന്തു ചാമ്പലായി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിൽ ആ ജനമേജയന് വലിയ മാറാരോഗം പിടിപെട്ടു. പിന്നീട് ഗുരുഭവനപുരിയിലെത്തി ഭഗവാനെ ഭജിച്ച്
മോചനം നേടി അതിൽ നിന്ന് എന്നും പറയുന്നു. 18 പുരാണങ്ങൾ നിർമ്മിച്ച വ്യാസൻ ഭാഗവതം മഹാപുരാണമായി നിർമ്മിച്ചു. 10 ലക്ഷണങ്ങളുള്ള ഭാഗവതം വേദവ്യാസന്റെ ശിഷ്യ പരമ്പര വഴി വേദവ്യാസൻ ലോകത്തിൽ പ്രകാശനം ചെയ്തു, പ്രകാശിപ്പിച്ചു, പ്രചരിപ്പിച്ചു എന്നും പറയുന്നു. പിന്നീടാണ് നമ്മൾ ആ പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിൽ പുരാണാചാര്യനായിട്ടുള്ള മാർക്കണ്ഡേയന്റെ കഥ അവിടെ സൂചിപ്പിച്ചത്. മാർക്കണ്ഡേയന്റെ കഥ 3 അധ്യായങ്ങളിലൂടെയാണ് പറയുന്നത്. ആദ്യത്തേതിൽ നരനാരായണന്മാരായി ദർശനം കിട്ടി മാർക്കണ്ഡേയന്. 2ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ കാൽവീരിലുണ്ട് കിടക്കുന്ന കാലസ്വരൂപനായിട്ട് ദർശനം കിട്ടി. 3ാമത്തേത് കാലാലിയായിരിക്കുന്ന കൈലാസേശ്വരനും സാക്ഷാൽ ഭഗവതിയായും ദർശനം കിട്ടി. ആദ്യത്തെ നരനാരായണ ഋഷീശ്വരന്മാരുടെ ദർശനത്തിന് കാരണം തപസ്സിൽ നിന്ന് ഇളകാതെ തപസ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ആ നരനാരായണന്മാർ പ്രത്യക്ഷപ്പെട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആ മായ എന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരും മായ എന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ മാർക്കണ്ഡേയൻ നിത്യ ശുദ്ധ സത്വസ്വരൂപമായ മാർക്കണ്ഡേയൻ പറഞ്ഞു, മായ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് വലിയ ഇടിയും മിന്നലും മഴയും കാറ്റും എന്ന് വേണ്ട ലോകം അവസാനിക്കുകയായി എന്ന് തോന്നി മാർക്കണ്ഡേയന്. തന്റെ ആശ്രമത്തിലിരിക്കവേ പുഷ്പഭദ്രാ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിലിരിക്കുമ്പോൾ പുഷ്പഭദ്ര നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വെള്ളം ഉയർന്നുയർന്ന് ആശ്രമം വെള്ളത്തിനടിയിലായി. ഈ മാർക്കണ്ഡേയൻ വെള്ളത്തിൽ നീന്തി 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 അങ്ങ് അകലെ വടക്ക് ഭാഗത്ത് ഒരു നീലരത്നം, ഒരു നീല ജ്യോതിസ് കണ്ടു. നീന്തി അടുത്തെത്തി. അത് കണ്ണനായിരുന്നു. കണ്ണന്റെ നാസാദ്വാരത്തിലൂടെ അകത്തേക്കും പുറത്തേക്കും വരുന്നു മാർക്കണ്ഡേയൻ. ഒന്നല്ല പലവട്ടം. ഏറ്റവും ഒടുവിൽ സ്വാശ്രമേ പൂർവ്വവ്യസ്ഥിതം, തന്റെ ആശ്രമത്തിൽ എങ്ങനെയാണോ താൻ ഇരിക്കുന്നത് അതേപോലെ. അപ്പൊ ഈ കണ്ട വെള്ളപ്പൊക്കവും ഇടിമിന്നലും ഒക്കെ എന്താണ് മാർക്കണ്ഡേയന് മനസ്സിലായി. ഇതാണ് മായ എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഭഗവാനെ ഭജിക്കുന്നു. ഈ സമയത്താണ് ഉമാദേവി സാക്ഷാൽ പാർവതി മഹാദേവനോടുകൂടി അവിടേക്ക് വരുന്നത്. മഹാദേവനോട് പറഞ്ഞു, നമുക്ക് ആ ഉണ്ണിയൊന്ന് അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാദേവൻ പറഞ്ഞു, അദ്ദേഹം മുക്തി പോലും ആഗ്രഹിക്കാതെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമം, സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം വളരെ നല്ലതാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമുക്ക് പോവുക എന്ന് പറഞ്ഞു. ഭാഗവതം 3 സ്ഥലത്താണ് ഈ വരി കാണിച്ചു തരുന്നത്. അയം ഹി പരമോ ലാഭ എന്ന്. ആദ്യം പറഞ്ഞത് ആരാ? ആദ്യം പറഞ്ഞത് ഭഗവാൻ തന്നെ. അയം ഹി പരമോ ലാഭ ഗൃഹേഷു ഗൃഹമേധിനാം എന്ന് 60ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. അതേപോലെ ആ ശ്രീരാമാവിന്റെ കഥയിൽ പറഞ്ഞു, അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഇപ്പത അയം ഹി പരമോ ലാഭോ ആ സജ്ജനങ്ങളെ കാണുക എന്നുള്ളത് വലിയ ഭാഗ്യം. അപ്പൊ ഈ 3 തരത്തിൽ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥകൾ നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ പാർവതി പരമേശ്വരന്മാര് പറഞ്ഞു, എന്ത് വരം വേണമെങ്കിലും തരാന്ന് പറഞ്ഞപ്പോ ഒരു വരവും വേണ്ട എന്നുള്ള വരം തരണേന്ന് പ്രാർത്ഥിക്കുന്നു മാർക്കണ്ഡേയൻ. പിന്നെ വീണ്ടും ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതെന്താ? പരമേകം പ്രണേധാവി പൂർണ്ണാൽ കാമാഭിവർഷണാൽ ഭഗവതി അച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി. അങ്ങയിലും അങ്ങയുടെ ഭക്തന്മാരിലും അല്ലെ ഭഗവാന്റെ ഭക്തന്മാരിലും ഒക്കെ അച്യുതമായ ഭക്തി, ഭഗവാനിൽ ഭഗവത് ഭക്തന്മാരിൽ അങ്ങയിൽ ഒക്കെ ച്യുതിയില്ലാത്ത ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പറയുന്ന മാർക്കണ്ഡേയന്റെ കഥയോടുകൂടിയാണ് നമ്മൾ പാരായണം സമർപ്പിച്ചത്. ഇനി 12ാമത്തെ സ്കന്ധത്തിൽ 11ാമത്തെ അധ്യായം ഇപ്പൊ പാരായണം ചെയ്യും. അത് കഴിഞ്ഞാൽ 12ാം അധ്യായം. ശ്രീകൃഷ്ണായ നമഃ. ശൗനക ഉവാച അതേമമർത്ഥം പൃച്ഛാമോ ഭവന്തം ഭഗവത്തമം സമസ്തരന്തരാദ്ധാന്തേ ഭവാൻ ഭാഗവതതത്ത്വിൽ താന്ത്രികാപരിചര്യായാം കേവലസ്യ ശ്രിയപദേ അംഗോപാംഗായുധാകൽപം കൽപ്പയന്തി യഥാചികീയ തന്നോ വർണ്ണയ ഭദ്രന്തേ ക്രിയായോഗം ബുത്സദാമേന ക്രിയാ നൈപുണേനാമർത്യോ യായാതമർത്യതാം സൗത ഉവാച
നമസ്കൃത്യ ഗുരുൻ പക്ഷേ വിഭൂതിർവൈഷ്ണവീരവി യാ പ്രോക്താ വേദതന്ത്രാഭ്യം മായാജീ പത്മജാനിഭി മായാധീനൗഭിസ്തത്വൈ സവികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യതേ യത്ര സജൽകേ ഭുവനത്രയം ഏതദ്വൈ പൗരുഷൻ രൂപം ഭൂപാദ്യോജ്ജിരോ നവ നാഭിസൂര്യോക്ഷണീനാ സേവായുർക്കണ്ണോ ദിശ പ്രഭു പ്രജാപതി പ്രജനമമാനോ മൃത്തിരേശുരോ തദ്ഭാഗവോ ലോകപാലാ മനശ്ചന്ദ്രോ ഭുവോ യമ ലജ്ജോത്തരോധരോ ലോഭോ ദന്താ ജ്യോത്സാത്മയോ ഭ്രമ രോമാണി ഭൂരുഗാ ഭൂനോ മേഘാ പുരുഷബുദ്ധജ യാവാനിയം വൈ പുരുഷോ യാവത്യാ സംശയാമില താവാന സാവിധി മഹാപുരുഷോ ലോക സംശയാ കൗസ്തുഭവ്യപദേശേന സ്വാത്മജ്യോതിർവിപത്യജ തത്പ്രഭാവ്യാപിനീ സാക്ഷാൽ ശ്രീവത്സമരസാ വിഭോ സ്വമായാം വലമാനാഖ്യാം നാനാഗുണമൈന്ദതൽ വാസച്ഛന്തോമയം നീലം ബ്രഹ്മസൂത്രം ദവത്സരം വിവർത്തി സാഖ്യം യോഗം ജ ദേവോ മകരകുണ്ഡലേ മൗലിം പദം പാരമേക്ഷം സർവലോകാഭയങ്കരം അവ്യാകൃതമനന്താഖ്യമാസനം വേദദൃഷ്ടിരാധർമ്മജ്ഞാനാദിവിയുക്തം സത്വം പത്മവിഗോ ദേവോജസ്സഗോ ഭരീരം മുഖ്യരത്തം ഗതാന്തതൽ അവാന്തത്വം തരപരം തേജസ്തത്വം സുദർശനം നഭോ നിബന്ധവസ്തത്വം അസിജന്മമയോദമയം കാലരൂപന്തനുഷാർഗന്ധരാകർമ്മപയോഷതി ഇന്ദ്രിയാണി ശകാനാഗൂരാഗൂരീരസ്തനന്തനം തന്മാത്രാണ്യസ്യ വിഭക്തി മുദ്രയാർത്ഥക്രിയാത്മതാം മണ്ഡലം ദേവേശനം ദീക്ഷാ സംസ്കാരാത്മന പരിചര്യ ഭഗവതാത്മനോ തിരുദക്ഷയാ ഭഗവാനും ഭഗശബ്ദാർത്ഥം ലീലാ കമലമുദ്വകൻ ധർമ്മം വിശിഷ്ട ഭഗവാൻ ചാമനം വചനേ ബദൽ ആദപത്തന്തു വൈകുണ്ഠാദിജാതാമാകുതോപയന്തോ വേലസൂർണാഗ്രോ യജ്ഞം പകരി പുരുഷം അലവായിനി ഭഗവതി ശ്രീ സാക്ഷാതാത്മനോകരേ വിശ്വസേന തന്ത്രമൂർത്തിർവിദിലം പാർഷദാദിവ നന്ദാദിഗോഷ്ഠോദ്വാസാക്ഷാദേണി മാധ്യാകരേ ഗുണ വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന പുരുഷ സ്വയം അനിരുദ്ധ അനിരുദ്ധ ഇതി ബ്രഹ്മന്മൂർത്തിഭ്യോഗോ വിധീയതേ സവിശൈതരപ്രാജ്ഞസ്വരീതിവൃത്യവി അർത്ഥേന്ദ്രിയാജയജ്ഞാനേ ഭഗവാൻ പരിഭാവ്യനെ അംഗോപാംഗ ആയുധാകൽപൈ ഭഗവാൻ സജ്ജദൃഷ്ടയം വിവർത്തിശ്ചർമ്മൂർത്തിർ ഭഗവാൻ കരീശ്വര ഋഷഭശേഷം ബ്രഹ്മനോ നിസ്വയം സ്വമഹിമപരിപൂർണമായാജസ്വയൈതൽ ശരതി കരുതിപാനീത്യാഖ്യായനാമൃതാക്ഷോ വിബുധൈവതരുത്തസ്മരൈരാത്മലഭ്യ ശ്രീകൃഷ്ണ കൃഷ്ണസംഗഭിക്ഷുത പാപനിദ്രഗ്രാജന്യവംശനഗനാനനപവർഗീര്യ ഗോവിന്ദ ഗോപവനിതാമൃതഭൃത്യകീലതീർത്ഥശ്രവണമംഗള പാകിഭൃത്യാഞ്ജൈരംഗല്യ ഉദ്ധായാമകാപുരുഷലക്ഷണം തച്ചിത്തപ്രേതോജത്ത ബ്രഹ്മവേദഗുഹാശയം ശൗനക ഉമാജാശുകോയിദാക ഭഗവാൻ വിഷ്ണുരാധായ ശൃംഗലേ സൗരോ ഗണോമാസി മാസി നാനാപസരി സപ്തക തേഷാം നാമാനി കർമാണി സംയുക്താനാമധീശ്വരി ബ്രൂഹിനശ്രദ്ധാനാനാം യോഗം യോഗം സൂര്യാത്മനോ ഹരേ സൂത ഉമാജാനാദ്യ വിദ്യാ വിഷ്ണോരാത്മന സർവലേഖിന നിർമ്മിതോ ലോകതന്ത്രോയം ലോകേഷോപരിവർത്തനേ ഏകേവി ലോകാനാം സൂര്യാത്മാദിഗന്ധരി സർവവേദക്രിയാമൂലമുഷഭിർഭഗുതോദിത കാലോദേശം ക്രിയാകർത്ത കരണം ക്രിയാകർത്ത കരണം കാര്യമാഗമ ദ്രവ്യം ഫലമിതി ബ്രഹ്മ നവോദോക്തോ ദിയാകരി മധ്വാദശൂദ്വാദശതോ ഭഗവാൻ കാരൂപത് ലോകതന്ത്രായ തൃതി പൃഥഗ്ദ്വാദശപർഗണൈ ദാതാഗതസ്ഥലീകേ നിർവാസികീരസകന്മുലേ പുലശ്ചത്തും പുരുതി മധുമാസം നയിന്റെ അജമാഫലഗോതൗജാപ്രകേരി പുഞ്ചകസ്ഥലി നാരദക്കച്ചനീരച്ചാനയിന്ദേ സ്മമാധവം പിത്രോതി പൗരുഷേ യോധാ ദക്ഷകോ മേനഗാഘന രഥസ്വലിരിക്കേ ശുക്രമാസം നയിന്ദമി പിത്രോദ്രി പൗരുഷേ യോധാ ദക്ഷകോ മേനഗാഘകാ രഥസ്വലിരിക്കേ ശുക്രമാസം നയിന്ദമി വസിഷ്ഠോ വരുണോ രംഭാസകജന്യസ്തദാഹൂ ശുക്രശുദ്ധസുനശ്ചൈമാസുലിമാസം നയിന്ദമി ഇന്ദ്രോ വിശ്വാവസിശ്രോധ ഏരാപത്ര സദാംഗിരാ പ്രമ്ലോജാനാക്ഷരോ പര്യോ നഭോമാസം നയിന്ദമി വിവസ്വാനുഗ്രഹേന ചാവ്യാഗ്ര ആസാരണോ ഭൃഗുവനുംലോജാ ശങ്കപാലോ നപസ്യാക്യം നയിന്ദമി പൂജാധനഞ്ജയോ വാദാസുരേണ സുരജിത്തര ഗൃഹാജീ ഗൗതമശ്ചേ വീതവോ മാസം നയിന്ദമി കദർവജ്ജാപരദ്വാജാപർജന്യസേന ജൽദദാ വിശ്വൈരാമദർശയ്യാതമസ്യാക്യം നയിന്ദമി അതാംശികച്ഛപസാക്ഷാവിതസേനസ്തരോർവശി വിദ്യുച്ഛന്ദ്രമഹാശങ്കാസകോ മാസം നയിന്ദമി ഭഗസ്ഫൂർജോരിഷ്ടനേമി ഊർണായുഷ പഞ്ചവ കർഗോടക പൂർവജിത്തി പുഷ്പമാസം നയിന്ദമി തുഷ്ടാർജീകതനയാഗം വളച്ചതിലോത്തമ ബ്രഹ്മാവേദോദശതീർത്ഥരാഷ്ട്രശംബര വിശ്വരക്ഷതരോരംഭാ സൂര്യവശാസരത്യജൽ വിശ്വാമിത്രോ മഹാവേദാവൂജമാസം നയിന്ദമി ഏതാ ഭഗവതോ വിഷ്ണുരാദിത്യസ്യ വിഭൂതയ സ്മരതാം സന്ധ്യോർണാം ഘനന്ത്യം ഗോദിനേ ദിനേ
ദ്വാദശവിമാസേഷു ദേവോസോ ഷഡ്ഭിരസ്വൈ ചരസമന്താത്തനതേ പരത്രേകജസന്മതിം സാമർഗതിർഭിസല്ലിംഗൈ ഋഷയ സംസ്തുവന്ധ്യമം ഗന്ധർവാസ്തംഭ്രഗായന്തി നിത്യം ജംസരസോഗ്രഗ ഉന്നക്യന്തിരഥന്നാഗാഗ്രാമണ്യോരതയോജക ചോദികേന്ദ്രീരസംപൃഷ്ടൈലൈരതാബലശാലിനാം ബാലകില്യാസഹസ്രാണി ഷഡ്യം ബ്രഹ്മർഷിയോ മലാഹ പുരതോ വ്യൂഹം യാന്തി സുമന്തി സുതിവിർവിവം ഏവം ജനാതിരചനോ ഭഗവാൻ കരിവീശ്വര കൽപ്പേ കൽപ്പേ സമാത്മാനം വ്യൂഹ്യലോകാനുപത്യജ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മാപുരാണേ പാരമഹംസംവിധായാം ദ്വാദശസ്കന്ധ്യാദിത്യവ്യൂഹവിരണം നാമ ഏകാദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 333 അധ്യായങ്ങളിലൂടെ സൂതപൗരാണികൻ പറഞ്ഞു നിർത്തി. ആദിത്യ ഗതിയെക്കുറിച്ച് 12 മാസങ്ങളിൽ ആ സൂര്യന്റെ ഗതി സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിർത്തി. ആദിത്യ വ്യൂഹ വിവരണം എന്ന രീതിയിൽ ഇനി ഇതുവരെ കേട്ടതിനെ മുഴുവൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഏത് കാര്യം ചെയ്താലും അതിന്റെ മനനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെയും അത് ശ്രവണം കഴിഞ്ഞു, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞു, ഇനി മനനമാണ് അടുത്തത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒപ്പം വായിക്കുന്ന ആളുകൾ ശബ്ദം താത്തി മാത്രം വായിക്കുക. ശബ്ദം പുറത്തേക്ക് വരണ്ട, മനസ്സിൽ വായിച്ചു പോവുക. ഇവിടെ നിന്ന് ഒരാൾ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കെ വായിച്ചാൽ ഇവിടെ തെറ്റും. അതുകൊണ്ടാണ് തെറ്റാതിരിക്കാനാണ് പറയുന്നത്. അപ്പൊ കഴിയുമെങ്കിൽ എല്ലാ ആളുകളും ഇവിടെ ഇരിക്കുക. മറ്റു പ്രവർത്തികളൊക്കെ കുറച്ചു നേരത്തേക്ക് ഒഴിവാക്കുക. ശബ്ദമില്ലാതെ ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി ഇരിക്കും. ആ ഭാഗം 12ാം അധ്യായം, മനനാധ്യായം എന്നറിയപ്പെടുന്ന ഭാഗം ഇവിടെ പാരായണം ചെയ്യാണ്. പറഞ്ഞത് മുഴുവൻ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, ഇല്ലേ? ചില കഥകളൊക്കെ ഇതില് നമുക്ക് കാണില്ല. അജാമിള മോക്ഷം കഥയില്ല, സന്താന ഗോപാലൻ കഥയില്ല, അതേപോലെ കുചേലവൃത്തൻ കഥ, ഇതൊന്നും ഇതില് പറയുന്നില്ല. അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്, മനനമാണ്, ഒന്നുകൂടി കേൾക്കലാണ്, ഒരു ഓർമ്മിക്കലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഭക്തിയോടെ ഇവിടെ ഇരിക്കുക. അതേപോലെ ഹരേ നമ എന്ന പഞ്ചാക്ഷരിയുടെ ആ സന്ദർഭം വരുമ്പോൾ എല്ലാവരും ഉറക്കെ, എത്ര ഉറക്കെ സാധിക്കുമോ അത്ര ഉറക്കെ ജപിക്കുകയും ചെയ്യും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. വെற்றிവേൽ മുരുകനുക്ക് ആഞ്ജനേയ സ്വാമിക്ക് ഇനി എല്ലാവരും ഇരിക്കണം. ഇതിനിടയിൽ നടക്കരുത്, എല്ലാവരും ഇരിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം അഥ 12 സ്കന്ധഃ 12 സൂത ഉവാച. നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വകഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിര്യദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാം പതി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോപവേശോ രാജർഷേർവിപ്രശാപാൽ പരീക്ഷിത
ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തഥാ പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തത പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർവൈരാജപുരുഷോ യഥാ കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യാഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംഭോധേർഹിരണ്യാക്ഷവഥോ യഥാ ഊർധ്വദിവ്യകവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീ നരസ്യാധാ യതസ്വായംഭുവോ മനു ശതരൂപാചയാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഭൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാ നവബ്രഹ്മസമുൽപത്തിർദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പൃഥോ പ്രാചീന ബരിഹിഷ നാരദസ്യ ച സംവാദസ്തത പ്രയവ്രതം ദ്വിജാ നാഭേസ്തതോനുചരിതമൃഷഭസ്യ ഭരതസ്യ ച ദ്വീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ദക്ഷജന്മ പ്രചേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാസ്തിര്യങ്നഖഗാദയാ ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച നിധേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്തരാനുഗധനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹൈഷിരാദയ കൗർമ്മം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപതേ ക്ഷീരോദമധനം തദ്വതമൃതാർത്ഥേ ദിവൗകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാ മൃഗാദയ സൗകന്യം ചാധശയ്യാതേ കകുൽസ്ഥസ്യ ച ധീമതാ ഘട്വാങ്കസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യാചരിതം കിൽബിഷാപഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ രാമസ്യ ഭാഗ്യവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമോംശസ്യ യയാതേർനഹുഷസ്യ ച ദൗഷ്യന്തേർഭരതസ്യാപീശന്തനോസ്തൽസുതസ്യ ച യയാതേർജ്യേഷ്ഠപുത്രസ്യ യഥോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മം തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിനാന്യസുരദ്വിഷ പൂതനാസു പയപ്പാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവൻശ്രയോ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംക്ഷയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പദ ദമനം കാളിയസ്യാഹേർ മഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര ദുഷ്ടോച്യുതോ വ്രതൈഃ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണം ജാനുദാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാചരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേർവധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂരകം സാദീനാം ചയോ വധ മൃതസ്യാനയനം സൂനോ പുനഃ സാന്ദീപനർഗുരോ മധുരായാം നിവസതായ ദുചക്രസ്യ പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണാദ്വിജാം ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം ബാലിജാതസ്യാസു ധർമായാസുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യദ്യുഷതോ ഹരേ ഹരസ്യ ദൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചെയ്യൽ ചൈദ്യപൗണ്ഡ്രകസാന്വാനാം ദന്തവക്ത്രസ്യ ദുർമതേ ശംബരോ ദിവിധ പീഠോ മുരപഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാഷ്ടദാഹനം
ഭാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാദ്ഭുത യത്രാത്മവിദ്യാ ഹ്യഖിലാ പ്രോക്താ ധർമ്മവിനിർണയ തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലൗ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉത്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർ വിഷ്ണുരാതസ്യ ധീമത ശാഖാപ്രണയനമഷേർ മാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷ വിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ടോഹമിഹാസ്മി വാ ലീലാവതാരകർമാണി കീർത്തിദാനീഹ സർവശഃ പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമഃ ഇത്യുച്ചേർ മുച്യത്തെ സർവപാതകാൽ പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമഃ ഇത്യുച്ചേർ മുച്യത്തെ സർവപാതകാൽ പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമഃ ഹരേ നമഃ ഹരേ നമഃ ഹരേ നമഃ ഹരേ നമഃ ഇത്യുച്ചേർ മുച്യത്തെ സർവപാതകാൽ സങ്കീർത്യമാനോ ഭഗവാനന്ദശ്രുതാനുഭാവോ വ്യസനം വിപുംസാം പ്രവിശ്യ ചിത്തം വിധിനോത്യശേഷം യഥാ തമോർക്കോ ഭ്രമിവാദിവാദാം മൃഷാഗിരസ്വാഹ്യ സതീരസങ്കഥാനഗധ്യതയൽ ഭഗവാനധോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം തദേവ രമ്യം രുചിരം നമം നമം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകയശോനുഗീയതേ ന തദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃഹീതകർഹിചിൽ തദ്ധ്വാംക്ഷതീർത്ഥം ന ദുഃഖംസസേവിതം യത്രാച്യുത തത്ര ഹി സാധവോ മലാം സ വാഗ്വിസർഗോ ജലദാഘസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകഭവദ്ഭവത്യപി നാമാന്യനന്ദസ്യ ശോങ്കിതാരിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനബലം നിരഞ്ജനം കുത പുനഃ ശശ്വത ഭദ്രമീശ്വരേ ന ഹ്യർപ്പിതം കർമ്മേദപ്യനുത്തമം യശസ്വിയാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർഗുണാനുവാദ ശ്രവണാദിഭിർ ഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം യൂയം ദ്വിജാഗ്ര്യാവത ഭൂരിഭാഗ യക്ഷശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശമജസ്രഭാവ ഭജതാ വിവേശ്യ അഹം ച സംസ്കാരിതാത്മതത്വം ശ്രുതം പുരാ മേ പരമശിവക്രാൻ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വക്കഥിതം വിപ്രാകഥനിയോരുകർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യേവം ശ്രാവയൻ നിത്യം യാമക്ഷണമനന്യധീ ശ്രദ്ധാവാൻ യോനുഷുളയാൽ പുനാത്യാത്മാനമേവ സാ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേൽ പഠത്യനശ്നൻ പ്രേതസ്തതോ ഭവത്യപാതകി പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യഥാത്മവാൻ
ഉപോഷ്യ സംഹിതാമേതാം പഠിത്വാ ഉച്യത്തെ ഭയാൻ. ദേവതാമുനിയ സിദ്ധാപിതരോ മനവോ നൃപ യക്ഷന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൻ രജോജോംഷി സാമാനീതിജോധിത്യാനുവിദ്യതേ മധുകുല്യാ ഹൃതകുല്യാ പയകുല്യാശ്ച തദ്ധരം പുരാണ സംഹിതാമേതാമധീത്യ പ്രേതോദ്വിജ പ്രോക്തം ഭഗവതാ യത്തു തത്പദം പരമം വ്രജേൽ വിപ്രോധീത്യാപ്നുയാൽ പ്രജ്ഞാം രാജന്യോ ദധിമേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധ്യേതപാതകാൽ കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതിരത്ര നഗീയതേഹ്യഭീക്ഷ്ണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്യുപതിഭിരജശക്രശങ്കരാദ്യൈ ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപചിത നവശക്തിഭിः സ്വ ആത്മന്നുപരിചിത സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സുരഋഷഭായ നമഃ സനാതനായ സ്വസുഖനിഭൃതചേതാത്വദ്വിരസ്താന്യഭാവോപി അജിതരുചിരലീലാകൃഷ്ണസാരസ്തദീയം വ്യതനുത കൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃജിനഘ്നം വ്യാസസൂനം നതോസ്മി. തമഖിലവൃജിനഘ്നം വ്യാസസൂനം നതോസ്മി. തമഖിലവൃജിനഘ്നം വ്യാസസൂനം നതോസ്മി. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വയ്യാസഖ്യാമഷ്ടാദശസഹസ്രാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീകൃഷ്ണായ നമഃ. സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാൽ നിദ്രാലോ കമഠാകൃതേർഭഗവത ശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാത് വേദാനിഭേനാംബസാം യാദായാദമതന്ത്രിതം ജലനിധേർനാദ്യാഭി വിശ്രാമ്യരി. പുരാണസംഖ്യാസംഭൂതിവസ്യമാച്യ പ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേഷ്ടനിബോധത ബ്രാഹ്മം ദശതകസ്രാണി പാത്മം പഞ്ചോനഷഷ്ഠിജ ശ്രീവൈഷ്ണവം ത്രയോവിംശതി ചതുർവിംശതി ശൈവകം ദശാഷ്ടോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവമാണ്ഡം ജാദശ പഞ്ചചതുശ്ചരം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടോ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു ചതുർവിംശതി വാരാഗമേകാശീതി സഹസ്രകം സ്കാന്തം ശനം തദന്തേകം വാമനം ദശകീർത്തിരം കൗർമ്മം സപ്തദശാഖ്യാതം മാത്സ്യം തത്ര ചതുർദശ ഏകോനവിംശം സൗപർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു ഏവം പുരാണ സന്തോഷ ഉദാകൃത തത്രാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യലേ ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭി പങ്കജേ സിതായ ഭവേദായ കാരുണ്യാത് സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാപ്രാതാമൃതാനന്ദിര സൽസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാന്മൈകത്വലക്ഷണം വസ്തുദ്ഗരീയം തന്നിഷ്ടം കൈവല്യേക പ്രയോജനം പ്രൗഷ്ടപദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാദിയോ ഭാഗവതം സയാതി പരമാംഗലിം രാജന്റെ താപതന്യാനി പുരാണാനി സദാംഗണേ യാവന്ന ദൃശ്യരേ സാക്ഷാൽ ശ്രീമദ് ഭാഗവതം പരം സർവവേദാന്തസാരംഗി ശ്രീഭാഗവതമിഷ്യലേ തദ്രതാമൃതതൃപ്തസ്യാനാന്യത്ര സ്യാദ്രിദിക്കുജിൽ നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാം വിനന്ദത ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീകരുത്തമ തഥാ പുരാണപുരാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാം
ശ്രീമദ്ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ ഭാരമഹംസ്യ മേഘമമലം ജ്ഞാനം വരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര കസ്മൈ യേന വിവാസിതോയമതുലോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യതത്തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം വരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ യോഗേന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദുഷ്ടം യോ വിഷ്ണുരാധമമുജൽ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യഥ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവഭാവപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വയ്യാസംഖ്യാം അഷ്ടാദശസാഹസ്രാം ഭാരമഹംസ്യാം സംഗീതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സത്യം പരം ധീമഹി. ഇപ്പതാ വീണ്ടും സമർപ്പണാധ്യായത്തിലും അതേ വരികളെ തന്നെ ആ 7 അക്ഷരങ്ങളെ സപ്താക്ഷരികളെ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിപ്പിച്ചു. ആ പരമമായ സത്യത്തെ ധ്യാനിക്കുക, ആ പരമമായ സത്യത്തെ അറിയുക, ആ പരമമായ സത്യത്തിൽ അലിയുക. ഇതാണ് ഭാഗവതത്തിൽ നമ്മൾ ആർജിക്കേണ്ടത്. അതിന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക, അത്രേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഭക്തിദേവിയുടെ കഥ പറഞ്ഞ് ആരംഭിച്ച ഭാഗവതം ഭക്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതും. ജന്മാദ്യസ്യ എന്ന് ആരംഭിക്കുന്ന ഭാഗവതം തം നമാമി ഹരിം പരം എന്ന രീതിയിൽ ജ എന്ന അക്ഷരത്തിൽ ആരംഭിച്ച് മകാരാന്തത്തിൽ അവസാനിക്കുമ്പോൾ ജനന മരണങ്ങൾക്കിടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഹൃദയത്തോട് ചേർത്തു വയ്ക്കേണ്ട ആ ഭാഗവത കൃഷ്ണന്റെ രൂപം അത് വളരെ വ്യക്തമായിട്ട് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. ഏറ്റവും ഒടുവിലുള്ള ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉറക്കെ ഏറ്റുചൊല്ലാം. ഭവേ ഭവേ യഥാ ഭക്തി ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ തഥാ കുരുഷ്വ ദേവേശ നാഥത്വം നോ യത പ്രഭോ നാഥസ്ത്വന്നോ യത പ്രഭോ നാമ സങ്കീർത്തനം യസ്യ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം 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 തം നമാമി ഹരിം പരം. മനസ്സുകൊണ്ട് ഭഗവാനെ കണ്ട് ആ കാക്കല് നമസ്കരിക്കുക. ഇനി ഭഗവത് വിഗ്രഹത്തിൽ മഞ്ഞളാടുന്നു. അതിനുശേഷം കൃഷ്ണാവതാരം പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ ഭഗവതി കാളി
അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ പുതിയിടത്തുണ്ടൊരു അമ്മ പൂർണ്ണേന്ദു മുഖിയാകുമമ്മ പൂജിച്ചിടുന്നോർക്കു നന്മ പുലരിയിൽ സൂര്യൻ പോൽ ഉന്മ അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ അമ്മ തൻ മുന്നില കൃഷ്ണൻ അർജുന സാരഥി കണ്ണൻ ആ കണ്ണനേകുന്നു ഞങ്ങൾ അക്ഷരനേദ്യമായി വെണ്ണ അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ആയിരം നാമം ജപിച്ചു ഞങ്ങളാരതി കാട്ടി ഭജിച്ചു ആനന്ദനന്ദന ലീല പല അധ്യായമായി വായിച്ചു അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ സാഹിത്യവാസന ചേർത്തു ശുദ്ധ സംഗീതമെന്നിൽ നിറച്ചു സർവചരാചരത്തിനും ഹേതു സർവേശ്വരനെന്നുറച്ചു അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഭാഗ്യാതിരേകത്താൽ മാത്രം ശ്രീമദ് ഭാഗവതം സമർപ്പിച്ചു ഭദ്രകാളി ദേവിക്കൊപ്പം കണ്ണൻ ഭംഗിയാൽ മന്ദഹസിച്ചു അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ അമ്മേ ഭഗവതി കാളി അമ്മേ ഭഗവതി കാളി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വെற்றிவேல் മുരുകനുക്ക് ആഞ്ജനേയ സ്വാമിക്ക് രുക്മിണി സമേത ശ്രീകൃഷ്ണ ഭഗവാന് കി പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാന് കി വസുദേവ പുത്ര വൃന്ദാവന വിഹാരി നന്ദലാൽ കി ഹര ഹര നമ പാർവതി പതയേ ഹര ഹര മഹാദേവ ജാനകി
കാന്തസ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ സമർപ്പണ രംഗം കഴിഞ്ഞ 7 ദിവസങ്ങളിലായി യഥാധീതം യഥാമതി, എന്താണോ ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഭഗവാൻ ഉള്ളിൽ ചേർത്ത് വെച്ചത് അതിനെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് മാത്രം പറയാനായിട്ട് സാധിച്ചു. എത്രയോ ആളുകളുടെ നിരന്തരമായ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായി അമ്മയും ആ പാർത്ഥസാരഥിയും ഒരുമിച്ച് അനുഗ്രഹിച്ചപ്പോൾ അമ്മേ നാരായണായ എന്നീ 2 ശക്തികളൊപ്പമായി പ്രസാദിച്ചാൽ പിന്നെ അവിടെ എല്ലാം വേണ്ടതുപോലെ ആയിക്കോളും എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ സപ്താഹം. പൊന്നുഗുരുവായൂരപ്പന്റെ ആ ദിവ്യമായ ഗുരുഭവനപുരിയിൽ കൂട്ടുപുരയിൽ മുഴങ്ങിക്കയറിട്ട തിരുനാമാചാര്യന്റെയും മേക്കാട് സദ്ഗുരുവിന്റെയും നാമസങ്കീർത്തനങ്ങൾ പോലെ പഴമയുടെ പെരുമ പേറുന്ന ഈ ഊട്ടുപുരയിലും നമുക്ക് ഭഗവാന്റെ നാമം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ജപിക്കാനായിട്ട് സാധിച്ചു. നാമജപം പാപഹരമാണ്. കലിയുഗത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് ഹരിനാമം. അതിനുള്ള ഒരു അനുകൂലമായ ഒരു അവസ്ഥ നമുക്ക് ലഭിച്ചു. വളരെയധികം ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത് സമർപ്പിക്കാൻ സാധിച്ചത്. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇതുമായി ചേർന്ന് പ്രവർത്തിച്ച ആളുകൾ ഇനി മറ്റ് പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത ആളുകൾ അവരുടെയൊക്കെ മനസ്സ് ഭഗവത് ഭക്തി കൊണ്ട് നിറയട്ടെ, അവരിലും ഈ ആനന്ദം നിറയട്ടെ. സ്വസ്തിസ്തു വിശ്വസ്യ, ഇതാണ് നമ്മുടെ പ്രാർത്ഥനയാവേണ്ടത്. ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവട്ടെ. വസുധ ഇവ കുടുംബകം, ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമായി വസുധ ഏവ കുടുംബകം വസുധ ഏവ കുടുംബകം എന്ന രീതിയിൽ നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായി പ്രവർത്തിച്ച ആദ്യ ദിവസം ആരാധ്യനായ നമ്മുടെ തന്ത്രി കൊളുത്തിയ യജ്ഞദീപം, അത് അണയാതെ കൊണ്ടു നടന്ന തന്ത്രി കുടുംബത്തിലെ ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, വക്താവായും ശ്രോതാവായും ഒക്കെ നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി, അല്ലെങ്കിൽ ഭഗവാന്റെ കഥയിലൊക്കെ പറയുന്നത് പോലെ ദൂതനായും സൂതനായും പരിചാരകനായും വരെ നിൽക്കുന്ന വലിയൊരു മനസ്സിന്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ആ തന്ത്രി കുടുംബം കൂടെ കാഴ്ചവെച്ചത്. അതേപോലെ മേശാന്തിമാര്, ഇവിടുത്തെ മേശാന്തിയായ സതീഷേട്ടനാണ് ആദ്യം വിളിച്ചത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ സമയം ഒഴിവായിരുന്നു, വരാമെന്ന് പറഞ്ഞു, വരാൻ സാധിച്ചു. വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടി അദ്ദേഹത്തെ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായിരുന്നു. ഓരോ തവണയും വിളിക്കുകയും കാര്യങ്ങൾ വേണ്ട പോലെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ഇവിടെ. ഞങ്ങൾ കാലത്ത് വന്ന് വിളക്ക് വയ്ക്കുക, അതേപോലെ അഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ നിവേദിക്കുക, അങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും. ഇവിടെ അങ്ങനെയല്ല, അതുകൂടി സതീഷേട്ടൻ ചെയ്തു വെക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഞങ്ങളുടെ ജോലി കുറഞ്ഞത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ആ പരിപൂർണമായ സഹകരണം ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ. അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ ജീവനക്കാര്, കഴകത്തിൻ്റെ ആളുകൾ, നമുക്ക് നല്ല രീതിയിൽ ശബ്ദമൊരുക്കി തന്നവര്, അതേപോലെ തന്ത്രി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് സദ്യയും എത്തിയത്. ഓരോ ദിവസവും ഏറ്റവും ശുദ്ധമായ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം. അങ്ങനെ എല്ലാം കൊണ്ടും ധന്യതയാർന്ന സപ്താഹം. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച, ഞാനും ഒരുമിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ മാത്രം അനുഭവിച്ച വലിയൊരു
ആതിഥേയത്വത്തിന്റെ കഥ കൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പറയണ്ട. ഞങ്ങളൊരു കുടുംബം പോലെയായി കഴിഞ്ഞ 7 ദിവസങ്ങളെ കൊണ്ട് രാധ ചേച്ചിയും അതേപോലെ രാജേട്ടനും വേറെ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ല. ആ ഒരു അടുപ്പം അത് കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഇന്ന് വരെ ഇനിയുള്ള കാലത്തും അത് ഉണ്ടാകും. വളരെ നിസ്വാർത്ഥമായി ഈ യജ്ഞത്തിൻ്റെ പരിപൂർണമായ വിജയത്തിന് വേണ്ടി അവരെ പോലുള്ള ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടത്, ഞങ്ങൾ അറിഞ്ഞു കണ്ടത് അവരായതുകൊണ്ടാണ് അവരെ മാത്രം പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ നിരവധി ആളുകളുടെ പരിപൂർണമായ സമർപ്പണം കൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇതിവിടെ ഇന്ന് എത്തിക്കാൻ സാധിച്ചത്. അതേപോലെ ഈ യജ്ഞം നടത്തുന്നതിനുള്ള അനുവാദം തന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധികാരികൾ എന്ന് വേണ്ട സകല ചരാചരങ്ങളുടെയും പരിപൂർണമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിതിവിടെ ഇന്ന് സമർപ്പിക്കുന്നത്. ഇത് സമാപിക്കുകയല്ല. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് സാധിക്കുന്നത്. അത് ഇനിയും എന്നെന്നും ഉണ്ടാവട്ടെ. ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്ന് മാത്രം. ഒന്നുമെൻ നൈപുണ്യമല്ല അമ്മേ, എല്ലാം നിൻ കാരുണ്യം ഒന്ന് മാത്രം. ആ ഒരു ഭാവം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവട്ടെ. നമ്മളിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ആ ദർപ്പഭണങ്ങൾ ഉയരാതിരിക്കട്ടെ. ഇത് കണ്ണൻ്റെ കാരുണ്യം മാത്രമാണ്. ആ കാരുണ്യശാലിനിയായ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് തിരിച്ചറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഏകദേശം ഇവിടെ കലിയത്ത പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹം 2018 ഗുരുവായൂരപ്പൻ്റെ പൂജ നിർവഹിച്ച ആളാണ്. ആ സന്ദർഭത്തിൽ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൂജാവിധാനം. ആ ഭഗവാനുമായി ചേർന്നുള്ള കാലം. അതേപോലെ എൻ്റെ വാമഭാഗം ഇടതുഭാഗത്ത് ശ്രീജ, പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന എൻ്റെ അനുജൻ തന്നെയായിട്ടുള്ള പ്രസാദ്. ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഓരോ സപ്താഹം കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകളുമായി പരിചയപ്പെടുന്നു. ഒരു ഭാഗവത കുടുംബം ഉണ്ടാകുന്നു. ഇവിടെ ഇരുന്ന് കേട്ടിട്ടുള്ള ആളുകൾ, പിന്നെ അതേപോലെ ഒരു സഹോദരി ഇതിനെ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനെ തുടർന്ന് പല ആളുകളും എനിക്ക് നേരിട്ടും ഒക്കെ മെസ്സേജ് വഴിയും വിളിച്ചും ഒക്കെ അവരുടെ സന്തോഷം അറിയിക്കുകയുണ്ടായി. അതും വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ആധുനികതയെ ആത്മീയതയുമായി ചേർക്കുന്നു, അതിൻ്റെ ഗുണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാ നിലയ്ക്കും ധന്യമായ ഒരു സപ്താഹം കൂടി ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ഈ യജ്ഞദീപം അണയാതെ എന്നെന്നും ഈ നാടിനും നാട്ടുകാരായ നമുക്ക് ഓരോരുത്തർക്കും, അത് ഞാൻ അറിഞ്ഞു പറഞ്ഞതാണ്, ഞാനും കൂടി ഈ നാട്ടുകാരനായതുപോലെ തോന്നുന്നു. ഇതിനു മുമ്പ് വരാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ. എന്നാൽ ഒരു ദിവസം വന്നപ്പോൾ അമ്മയും അതേപോലെ പാർത്ഥസാരഥിയും ഒരു ദിവസം പോരാ 7 ദിവസം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. അത് ആ പരമ ഗുരുനാഥനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മേശാന്തിപദം അലങ്കരിക്കാനുള്ള ഭാഗ്യത്തിൻ്റെ, ആ മഹാഭാഗ്യത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്ന് തിരിച്ചറിയണു. ഇപ്പോൾ നമുക്ക് ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ അവതാരം കൂടി വായിച്ചതിന് ശേഷം സഹധർമ്മം ചരത എന്നാണ് ഞങ്ങൾ കൈപിടിക്കുമ്പോൾ പറയാറുള്ളത്. ഒരുമിച്ച് ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ മറന്നുപോയാലും ഇവിടെ ഇരുന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ട്. അല്ലെങ്കിൽ പരമേശ്വരൻ പറയും, അല്ലെങ്കിൽ അനിയൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾ പറയും. അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ ആചാര്യനായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യം അവതാരം വായിക്കാം. അത് കഴിഞ്ഞ് ദീപാരാധന. അതിനുശേഷം നിലത്തിരിക്കുന്ന ആളുകൾ, അവിടെ ആ വാതുക്ക നിൽക്കുന്ന ആളുകളൊക്കെ പുറകിലേക്ക് പോകണം. അവിടെ നിൽക്കരുത്, അങ്ങോട്ട് നീങ്ങി നിൽക്കണം. ഇവര് പ്രസാദം വാങ്ങിയിട്ട് ഇതിലെ പുറത്തേക്ക് ഇറങ്ങി പുറകിലൂടെ ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. ഇതിലെ കടക്കാൻ നോക്കരുത്. ആദ്യം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രം കസേരയിലുള്ള ആളുകൾ എഴുന്നേൽക്കുക. ആദ്യം കസേരയിൽ ഇരിക്കുന്നവർ ആദ്യം എഴുന്നേൽക്കുക, രണ്ടാമത്തെ വരിയിലിരിക്കുന്നവർ രണ്ടാമത്, അത് കഴിഞ്ഞ് മൂന്നാമത്, അങ്ങനെ വന്നാൽ മതി. തിരക്ക് കൂട്ടരുത്, എല്ലാവരും ഇരിക്കുക തൽക്കാലം. അതിനുശേഷം ഇവിടെ കൃഷ്ണാവതാരം പാരായണം ചെയ്യാം. അതിനുശേഷം നമുക്ക്
ആ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ സർവഗുണോപേതകാല പരമശോഭന യർഹേവാചനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമവ്രജാഗര നദ്യപ്രസന്ന സലിലാഹൃദാജലരുഹശ്രിയ ദ്വിജാടികുലസംനാദസ്തപകാവനരാജയ വവവായുസ്സുഖസ്പർശ പുണ്യഗന്ധവഃ അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടു സിദ്ധചാരണ വിദ്യാധര്യശ്ച നനുർ അപ്സരോഭിः സമം തദാ മുമുചുർമുനയോ ദേവാസുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമൗദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീര്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ച്യംഗതകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം അർജുനസൂത അത്ഭുതമൂർത്തേ ശരണം മേ തവ ചരണയുഗം പുതിയേടത്തായി വാഴും കാളി ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം കായേന വാചാ മനസേന്ദ്രിയർവാ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ
ദുഃഖഭാഗ് ഭവേൽ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണം. ഇനി യജ്ഞ സമിതിയുടെ ഭാഗമായിട്ടുള്ള ദക്ഷിണ ആദ്യം സമർപ്പിക്കും. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഇപ്പോ പ്രസാദം വാങ്ങാൻ വരാറായിട്ടില്ല. എല്ലാവരും അവിടെ ഇരിക്കൂ. പറയാം, നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം വരിക. എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നാരായണ 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 നാരായണ. ബഹുമാന്യരായ ഭക്തജനങ്ങളെ, പുതിയടത്ത് ഭഗവതിയെ ശ്രീ പാർത്ഥസാരഥിയെ സ്മരിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാം പിതാമഹന്മാരെയും പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് ഈ സപ്താഹയജ്ഞത്തിനു വേണ്ടി സഹകരിച്ച പുതിയടം കരയിലെ മരങ്ങൾ, മണ്ണിനെ, മനുഷ്യരെ, സകല ചരാചരങ്ങളെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പലതരത്തിൽ ശ്രവണത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് ഇങ്ങനൊരു സംരംഭം നടത്തിത്തരാൻ സഹായിച്ച ഓരോരുത്തർക്കും, കൂടാതെ ഈ യജ്ഞം ഭംഗിയാക്കി തന്ന ഭക്തിസാധനമായി തീർന്ന അതിന് സഹായിച്ച ബ്രഹ്മശ്രീ ശ്രീഹരി നമ്പൂതിരിയോടും പരമേശ്വരൻ നമ്പൂതിരിയോടും പ്രത്യേകം നന്ദി പറയും. സഹാചാര്യന്മാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, സമ്മതത്തോടുകൂടി, സഹകരണത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ടും ഈ ദക്ഷിണ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കൊടുക്കാം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി. നാരായണ 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 ഇവിടെ യജ്ഞപ്രസാദം തരുന്നുണ്ട്. അതിലൊരു ചെറിയ യജ്ഞപ്രസാദവും വലിയൊരു യജ്ഞപ്രസാദവും ഉണ്ട്. അപ്പൊ അത് വളരെ വിശേഷമായിട്ടുള്ള കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനന്റെ
അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ അത് കിട്ടിയാൽ ഉടനെ തന്നെ മടക്കി ചുരുട്ടി കൂട്ടി കൈപ്പിടിക്കരുത്. അത് മടക്കാതെ ഭംഗിയായിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുക. ഇവിടുന്ന് തരുന്ന പ്രസാദങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഭക്തിയോടുകൂടി സ്വീകരിക്കുക. പല ആളുകളും കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പ്രസാദം പൊതിയാനുള്ള കടലാസാക്കി ഇത് മാറ്റും. അതല്ലാതെ അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ആദ്യം ആ വാതിലിന്റെ അവിടെ ഇരിക്കുന്ന ആളുകൾ, പുറത്തുള്ള ആളുകൾ അതിലെ അങ്ങോട്ട് വരിക, പുറകിലേക്ക് പോവുക, ഏറ്റവും പുറകിലേക്ക്. അവിടെ ഇരിക്കുന്ന ആളുകൾ ഇതിലൂടെ വന്ന് പ്രസാദം വാങ്ങി പോവുക. അതിന് വഴി ഒഴിവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരും കൂടി പുറത്തേക്ക് പോയതിനു ശേഷം മാത്രം അവിടുന്ന് ആളുകൾ വരിയായിട്ട് വരണം എന്ന് പ്രത്യേകം വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഇനി എല്ലാവരും തിരക്ക് കൂട്ടരുതേ എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് സംസ്കാരം, ഭാഗവത സംസ്കാരം. അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുക, ഭക്തിയോടുകൂടി 2 കൈ നീട്ടി പ്രസാദം വാങ്ങുക. ഇതിലൂടെ